അപ്പോഴാർക്ക് ഈ പേടിയില്ല. 2-3 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിക്കുന്നുള്ള ബേജാറൊന്നും അവർക്ക് ഉണ്ടാവൂല. കാരണം 30 ദിവസം നോമ്പ് നോറ്റ് പരിചയമുള്ളവരാണ് മാപ്പിളമാർ. ഇതാണ് വയറിന്റെ താല്പര്യത്തെ നിയന്ത്രിക്കുന്നു. ആ താല്പര്യങ്ങളെ തൊട്ട് നഫ്സിനെ ക്ഷമിപ്പിച്ച് പഠിപ്പിക്കുന്നു. ശഹ്റുസ് സബ്ർ സദഖ റസൂലുള്ളാഹി. ഇത് എപ്പോഴാണോ ഒരാളുടെ ജീവിതത്തിൽ നിയന്ത്രിക്കപ്പെടുന്നത് വയറിന്റെ താല്പര്യം, അതോടുകൂടെ പിന്നെ മോഷണം അസ്തമിച്ചു. അല്ലേ? വയറിന് വേണ്ടിയല്ലേ മോഷ്ടിക്കുന്നത്? വയറിന് വേണ്ടിയല്ലേ കൊട്ടേഷൻ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നത്? 5000 രൂപ ചുരുട്ടി മടക്കി പോക്കറ്റിൽ ഇട്ടുകൊടുത്താൽ ഒരു മനുഷ്യന്റെ ചുടുചോര നടുറോട്ടിൽ വെട്ടിപ്പാരാൻ ഒരു പ്രയാസവുമില്ല. മനസ്സാക്ഷിക്കുത്തില്ല മനുഷ്യ മക്കൾക്ക്. എവിടുന്നുണ്ടായതാ? വയറിന്റെ താല്പര്യം നിവർത്തിപ്പോരാനാണിത്. ഇവിടെയൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അപ്പൊ ഹറാമായ സമ്പാദ്യങ്ങളിൽ നിന്ന് മുഴുവനും അവനകലും. ആ വക തെറ്റുകുറ്റങ്ങളൊക്കെ അതിലും അസ്തമിച്ചു. ഇനി മൂന്നാമത്തത്, ഇനി മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന തെറ്റ് ലിംഗങ്ങളെ പറ്റിയുള്ള ലിംഗസംബന്ധമായ തെറ്റുകൾ മാത്രമാണ്. ലൈംഗികമായ തെറ്റുകുറ്റങ്ങൾ. ആ ലൈംഗികമായ തെറ്റുകുറ്റങ്ങളെ നിയന്ത്രിക്കണം. ലിംഗത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ചാടരുത്. എതിർലിംഗത്തെ കണ്ടാൽ പ്രാപിക്കണം. ഇതാണ് ലിംഗത്തിന്റെ താല്പര്യം. എന്നാൽ മൃഗത്തെ പോലെ മനുഷ്യന് പറ്റില്ല. അത് വ്യവസ്ഥാപിതമായി നിക്കാഹ് കഴിച്ചതാണോ എന്ന് ആലോചിക്കണം. അതിനും ഒരു കോച്ചിങ് ആവശ്യമാണ്. ഹലാലായ ഭാര്യയെ പോലും മുമ്പിൽ വെച്ചിട്ട് തൊടല്ല എന്ന് പറയുന്നു. നോമ്പ് കണ്ട നിങ്ങൾ? ഞാൻ മഹർ കൊടുത്ത പെണ്ണിനെ എനിക്ക് തൊടാൻ പറ്റില്ല നോമ്പ് കാലത്ത് പകല്. എന്തേ കാരണം? ചിലപ്പം ഗൾഫിലെ പോയി നിൽക്കേണ്ടി വരും. ചിലപ്പോ ഭാര്യയില്ലാതെ 2-3 മാസം താമസിക്കേണ്ടി വരും. വർഷങ്ങൾ മാറി നിൽക്കേണ്ടി വരും. അപ്പോഴേക്ക് കയറ് പൊട്ടിച്ചോടാൻ പാടില്ല. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹലാലായ ഭാര്യയെ പോലും തൊടല്ല എന്നും പറഞ്ഞിട്ട് ശഹുവത്തുൽ ഫർജ്, ഫർജിന്റെ താല്പര്യം നിയന്ത്രിച്ച് പഠിപ്പിക്കുന്നത്. ഇതങ്ങോട്ട് നിയന്ത്രിക്കപ്പെടുന്നതോടുകൂടെ അതേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരുടെ ജീവിതത്തിൽ പിന്നീട് വ്യഭിചാരമില്ല, സ്വവർഗരതിയില്ല, നീണ്ടു കിടക്കുന്ന ലൈംഗിക വൈകൃതങ്ങളെല്ലാം അസ്തമിച്ചു പോയി. ഇതാണ് നാക്കിന്റെയും വയറിന്റെയും ലിംഗത്തിന്റെയും താല്പര്യം പരിപൂർണമായി കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ, നിയന്ത്രിക്കപ്പെട്ടു കഴിഞ്ഞാൽ, തീർത്തു പറയുന്നു ആ മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഒരു മാലാഖയായിരിക്കും. യാതൊരു സംശയവുമില്ല. പിന്നെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവൂല. ഇതാണ് ലഅല്ലക്കും തത്തഖൂൻ. ഇതാണ് ശഹ്റുസ് സബ്ർ. നന്നായിട്ട് ക്ഷമിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് തീരുമാനമെടുക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഈ റമളാൻ മാസത്തില് ഞാൻ തെറ്റായ ഒരു സംഗതി ഞാൻ ചെയ്യുകയില്ല എന്ന തീരുമാനമെടുത്തിട്ട് റമളാൻ 30 ദിവസം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ 31ാമത്തെ ദിവസം പഴയതുപോലെ ഉളുപ്പില്ലാതെ തിന്മകളിൽ തലകുത്തിമറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കൂല. അള്ളാഹു നന്നാക്കി തരട്ടെ. ലക്ഷ്യസാക്ഷാത്കാരമുള്ള നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പൊ ശഹ്റുസ് സബ്റാണ്. വസ്സബ്റു സവാബുൽ ജന്ന. ക്ഷമക്കുള്ള പ്രതിഫലം സ്വർഗമാണ്. അപ്പൊ ക്ഷമിച്ച് നോമ്പ് നോറ്റാൽ അവനുള്ള പ്രതിഫലം സ്വർഗമാണ്. റയ്യാൻ എന്ന കവാടത്തിലൂടെ അവരെ അങ്ങ് കടത്തിവിടുന്നു സ്വർഗത്തിലേക്ക്. നോമ്പുകാരായ സഹോദര സഹോദരിമാരെ, ഇത് നോൽക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. വശഹ്റുൽ മുവാസാത്ത്. നബി തങ്ങൾ പ്രഭാഷണം തുടരുന്നു. നീണ്ട ഹദീസാണ്. വശഹ്റുൽ മുവാസാത്ത്. ഇത് സാന്ത്വനത്തിന്റെ മാസമാണ്. കണ്ടോ നിങ്ങൾ? നമ്മുടെ പ്രസ്ഥാനം സാന്ത്വനം പ്രഖ്യാപിച്ചു. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിക്കൊപ്പുന്ന, ആശ്വസിപ്പിക്കുന്ന, സാന്ത്വനം നൽകുന്ന മാസമാണ് വശഹ്റുൽ മുവാസാത്ത്. മുവാസാത്ത് എന്നതിന്റെ മലയാളമാണ് ഈ സാന്ത്വനം എന്ന് പറയുന്നത്. സാന്ത്വനത്തിന്റെ മാസമാണ് റമളാൻ. അപ്പൊ റമളാൻ എന്തിനാണ്? എരിയുന്ന പൊരിയുന്ന വയറുകളുടെ ഉൾവിളി കേൾക്കണം, അറിയണം. അതിനെന്താ വിശപ്പ് എന്ന് നിനക്കും അറിയണ്ടേ? അപ്പോഴേ അല്ലാഹുവേ, നീ എനിക്ക് എത്ര വലിയ അനുഗ്രഹം ചെയ്തത്. ഒരു റമളാനിൽ പോലും പട്ടിണി കിടക്കുമ്പോഴേക്ക് എനിക്ക് വിഷമം. എന്നാൽ 12 മാസവും ഇതുപോലെ പട്ടിണി കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. അവരുടെ വിശപ്പിന്റെ വലുപ്പം അവനറിയും, അതിന്റെ കടുപ്പം അവനറിയും. അവരെ ആശ്വസിപ്പിക്കണമെന്ന ഒരു മനസ്സവനുണ്ടാവും. അപ്പൊ സാന്ത്വനത്തിന്റെ മാസമാണ് വിശുദ്ധ റമളാൻ.
വശഹുറുൽ മുവാസാത്ത്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന സഹയാത്രികനാണ്. അവിടുത്തെ സഹയാത്രികനാണ്, കൂട്ടുകാരനാണ് ഇബ്രാഹിം ഇബ്നു ബശാർ റളിയല്ലാഹു അൻഹു. ആ ഇബ്രാഹിം ഇബ്നു ബശാർ പറയുന്നു, അംസൈനാ മഅ ഇബ്രാഹിം ഇബ്നു അദ്ഹം. ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ കൂടെ ഞങ്ങളൊരു പ്രദോഷ സമയത്ത്, ഒരു രാത്രി സമയത്ത്, രാവിനോടടുത്ത സമയത്ത് ഞങ്ങളെല്ലാം ഒത്തുകൂടി. വലൈസ മഅനാ ശൈഉൻ നുഫ്തിറു അലൈഹി വലാ ലനാ ഹീല. അന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു സാധനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നോമ്പ് തുറക്കാൻ സമയമായി, നോമ്പ് തുറക്കാൻ ഒന്നും കിട്ടിയിട്ടില്ല. മഗ്രിബിന്റെ ബാങ്കിപ്പം വിളിക്കും, പക്ഷേ നോമ്പ് തുറക്കാൻ കയ്യിലൊന്നുമില്ല. എന്താ ചെയ്യാന്നുള്ള വേദനയിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹമിന്റെ കൂടെ നിൽക്കുന്നു. ആ സമയത്താണ് ഇബ്രാഹിം ഇബ്നു അദ്ഹമിന് ഒരു കുലുക്കവും ഉണ്ടാവൂല. എത്ര ദിവസം പട്ടിണിയായാലും വിഷമമുണ്ടാകൂല. പക്ഷേ കൂടെയുള്ള അവിടുത്തെ ആത്മീയ സദസ്സിലെ കൂട്ടുകാര്, അവിടുത്തെ അസ്ഹാബ്, ചരിത്രത്തിൽ അങ്ങനെയാ വിശേഷിപ്പിക്കുന്നത്, അവിടുത്തെ കൂട്ടുകാർ, അവിടുത്തെ ശിഷ്യന്മാര്, ആത്മവേദിയിലെ, ആത്മീയ വേദിയിലെ കൂട്ടുകാര്, അവര് പലപ്പോഴും വിഷമങ്ങൾ അനുഭവിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരെ നന്നായി ഉപദേശിക്കും ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയാൻ, ഞങ്ങൾ ഒരു ദിവസം നോമ്പ് തുറക്കാൻ പോലും സാധനമില്ലാതെ ഇങ്ങനെ നിൽക്കാൻ, വലാ ലനാ ഹീല, അതൊപ്പിക്കാൻ ഒരു സൂത്രവും ഞങ്ങളുടെ കയ്യിലില്ല. അന്നത്തെ നോമ്പ് തുറ ഒപ്പിക്കാൻ ഒരു മാർഗവും ഇല്ല എന്ന് പറഞ്ഞാൽ സീറോ ആണ്, വട്ടപൂജ്യമാണ്. എന്താ ചെയ്യാന്നുള്ള ബേജാറിൽ ഇങ്ങനെ നിൽക്കുമ്പം ഫറആനി മുഗ്തമ്മൻ ഹസീനാ, ഞാൻ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കണ്ടപ്പോ എന്നോട് ചോദിച്ചു, യാ ഇബ്രാഹിം ഇബ്നു ബശാർ, ഓ ഇബ്നു ബശാർ, മാദാ അൻഅമല്ലാഹു അലൽ ഫുഖറാഇ വൽ മസാകീൻ. ഈ സാധുക്കളായ നമുക്ക് അല്ലാഹു എന്തൊരു അനുഗ്രഹമാണ് ചെയ്തതല്ലേ. മിനൻ നിഅമി വറാഹതി ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ഇരു ലോകത്തും അല്ലാഹു നമുക്ക് എത്രമാത്രം വലിയ അനുഗ്രഹങ്ങളാ ചെയ്തത്. രണ്ട് ലോകത്തും, ദുനിയാവിലും ആഖിറത്തിലും. ഇബ്രാഹിം ഇബ്നു ബശാർ, ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയാൻ, ഇബ്നു ബശാർ, നമ്മളെപ്പോലെ ഭാഗ്യവാന്മാരായ ആരെങ്കിലും ഉണ്ടോ? ഇബ്രാഹിം ലാ യസ്അലുഹും യൗമൽ ഖിയാമ, പുനരുത്ഥാന നാളില്, ഉയർത്തെഴുന്നേൽപ്പ് നാളില് അല്ലാഹു നമ്മളോട് ചോദിക്കൂലല്ലോ, ഈ സാധുക്കളോട് അല്ലാഹു ചോദിക്കൂലല്ലോ, അൻ സകാത്തിൻ വലാ ഹജ്ജിൻ വലാ സദഖ വലാ അൻ സിലതി റഹിം വലാ അൻ മുവാസാത്ത്. നമ്മളോട് ചോദിക്കൂല, എന്തേ ഹജ്ജ് ചെയ്യാത്തത് എന്ന് ചോദിക്കില്ല, എന്തേ സകാത്ത് കൊടുക്കാത്തതെന്ന് ചോദിക്കില്ല, എന്തേ സദഖ കൊടുക്കാത്തതെന്ന് ചോദിക്കില്ല, എന്തേ കുടുംബ ബന്ധം ചേർത്താത്തതെന്ന് ചോദിക്കില്ല, എന്തേ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താത്തതെന്ന് ചോദിക്കില്ല. വഇന്നമാ യസ്അലു വയുഹാസിബു, അല്ലാഹു ഇത്തരം ചോദ്യങ്ങളും വിചാരണകളും ഒക്കെ നടത്തുന്നത്, അൻഹാദാ, ഇത്തരം വിചാരണകളും ചോദ്യങ്ങളും ഒക്കെ നടത്തുന്നത് ഹൗലാഇൽ മസാകീൻ, ആ സാധുക്കളോടാണ്. അഗ്നിയാ ഫിദ് ദുനിയ, ദുനിയാവിൽ മുതലാളിമാരായി, ഫുഖറാ ഫിൽ ആഖിറ, ആഖിറത്തിൽ ദരിദ്രരാകുന്ന സാധുക്കള്, അഇസ്സത്തൻ ഫിദ് ദുനിയ, ദുനിയാവിൽ നിലയും വിലയും ഉണ്ട്. അവര് വിഐപിസ് ആയിരുന്നു. അതില്ലത്ത യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഒന്നിനും കൊള്ളാത്തവര്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയാണുള്ളതെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാർ. ഇബ്നു ബശാർ, ലാ തഗ്തമ്മ വലാ തഹ്സൻ, അതുകൊണ്ട് ടെൻഷൻ അടിക്കല്ല, വിഷമിക്കല്ല ഇബ്നു ബശാർ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഇബ്രാഹിം ഇബ്നു ബശാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വിഷമിക്കരുത്. നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ നോമ്പ് തുറക്കാൻ ഭക്ഷണം കിട്ടൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ബേജാറും ആവണ്ട. ഫരിസുഖുല്ലാഹി മദ്മൂൻ, ഫരിസുഖുല്ലാഹി മദ്മൂൻ, ഭക്ഷണം അല്ലാഹു ഏറ്റതാ. ഫരിസുഖുല്ലാഹി മദ്മൂൻ, ഭക്ഷണം അല്ലാഹു ഏറ്റ, അതിന്റെ ലമാൻ അല്ലാഹുവിന്റെ അടുത്തുണ്ട്. ബേജാറാവണ്ട, അള്ളാഹിന്റെ ഭക്ഷണം അത് അവൻ ഏറ്റിട്ടുണ്ട്, നമുക്ക് അവൻ ഭക്ഷണം തരും. അള്ളാഹ് ഏറ്റെടുത്ത കാര്യാട്ടോ. സയതീക്, എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് ഭക്ഷണം കിട്ടും. നിനക്ക് ആ ഭക്ഷണം വരും, ബേജാറാവല്ല. ഭക്ഷണത്തെ ചൊല്ലി ടെൻഷൻ അടിക്കല്ല. എവിടെന്നാ കിട്ടാന്ന് കരുതല്ല, അത് എത്തിക്കൊള്ളും. കാരണം എന്താ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. വായകീറിയ തമ്പുരാൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. വായകീറിയ തമ്പുരാൻ ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തൊരു സാധനവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റിസ്ക് കൽപ്പിക്കാത്തതില്ല. അതെങ്ങനെയെങ്കിലും ആയിട്ട് വന്നാണ് കിട്ടും. ആയത്തിൽ നിനക്ക് വിശ്വാസമല്ലേ?
എന്തിനാ നീ ബേജാറാകുന്നത്? ധൈര്യമായിട്ട് നിന്നോ. നഹ്നു വല്ലാഹിൽ മുലൂക്, അല്ലാഹു സാക്ഷി, നമ്മളാണ് ഇവിടുത്തെ രാജാക്കന്മാർ. അൽ അഗ്നിയാ, നമ്മളാണ് മുതലാളിമാർ, നമ്മളാണ് സമൃദ്ധിയുള്ളവർ. ഏറ്റവും വലിയ സമൃദ്ധി മനസ്സമാധാനല്ലേ? നഹ്നുല്ലദീന തഅജ്ജലൂന റാഹതു ഫിദ്ദുനിയ, നമുക്ക് ദുനിയാവിൽ തന്നെ റാഹത്താണ്. ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് നേരത്തെ റാഹത്താണ്. നമുക്ക് എന്ത് കാര്യത്തിലാ മാനസിക സംതൃപ്തി കുറവുണ്ടോ? ഒരു മുതലാളിക്ക് എന്തെല്ലാം വിധ ടെൻഷനുകളായിരിക്കും. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു പറയാൻ അല്ലേ, മുതലാളിമാർക്ക് ഭയങ്കര സുഖമായിരിക്കും നമ്മൾ കരുതും. അവരുമായിട്ട് സംസാരിക്കുമ്പോഴേ അറിയോ ടെൻഷനോട് ടെൻഷനായിരിക്കും. നമുക്ക് എന്തൊരു റാഹത്താ. കാരണം എന്താ? ലാ നുബാലി അലാ അയ്യി ഹാലിൻ അസ്ബഹ്നാ വംസൈന, എങ്ങനെ നേരം വെളുത്തു, എങ്ങനെ വൈകുന്നേരമായി, നമുക്കത് വിഷയമല്ല. ഇതാ തഅനല്ലാ, അള്ളാഹുവിനെ നമ്മൾ അനുസരിച്ചിട്ട് നിസ്കരിച്ചു മുമ്പോട്ട് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ ഭക്ഷണം കിട്ടിയോലോ, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയോലോ, ലഞ്ച് കിട്ടിയോലോ, ഡിന്നർ കിട്ടിയില്ലേലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. രാത്രി കിട്ടിയോ, ഉച്ചക്ക് കിട്ടിയോ, രാവിലെ കിട്ടിയോ, ഒരു വിഷയം ഉണ്ടാവില്ല. അത് കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. നമുക്കതിലൊന്നും ഒരു വിഷമവും ഇല്ല. നമ്മളെപ്പോലെ സന്തോഷവും റാഹത്തുള്ളവർ ഭൂമിയിൽ ആരാ ഉള്ളത്? അപ്പോഴേക്ക് മഗ്രിബ് ബാങ്ക്, മഗ്രിബ് ബാങ്ക് വിളിച്ചു. സുമ്മഖാമ ഇല സ്വലാ, മഗ്രിബ് നിസ്കരിക്കാൻ എഴുന്നേറ്റു. വഖുംതു ഇലാ സ്വലാത്തി, ഞാനും നിസ്കരിക്കാൻ നിന്നു. ബഹുമാനപ്പെട്ടവരുടെ പിറകിൽ ഞാനും നിന്നു. ഫമാ ലബിസ്നാ ഇല്ലാ സാഅ, കേട്ടോളൂ, ഫമാ ലബിസ്നാ ഇല്ലാ സാഅ, വളരെ കുറഞ്ഞ സമയം മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇത് കഴിഞ്ഞ് ചെറിയ ഒരു സമയമേ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കു വൈദാ നഹ്നു ബിറജുലിൻ, ഞങ്ങളെ അടുത്തൊരാളെത്തി, ഞങ്ങളെ അടുത്തൊരാളുണ്ട്. ഖദ് ജാഅ ബിസമാനിയതി അർഗിഫ വതംറിൻ കസീർ, കുറെ കാരക്കയും 8 റൊട്ടിയുമായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. ആ ഭക്ഷണത്തിന്റെ പൊതി ഞങ്ങളെ മുമ്പിൽ വെച്ചു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ പർണശാലയിൽ പഠിക്കുന്നവർക്ക് വേണ്ടി അവിടത്തേക്ക് ഒരാൾ കൊണ്ടുവന്ന് സംഭാവന നൽകി പോകുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെയും ഞങ്ങളുടെയും മുമ്പിൽ അത് വെച്ചിട്ട് അയാൾ പോയി. ഫവളഅഹാ ബൈന ഐദീനാ ഫഖാല, അപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം ചോദിച്ചു, ഇപ്പൊ എങ്ങനെ ഉണ്ട്? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിങ്ങ് എത്തും, ബേജാറാവണ്ട, അതിലൊന്നും ടെൻഷൻ അടിക്കണ്ട. ഈമാൻ ഉണ്ടെങ്കിൽ ബേജാറിന് യാതൊരു അർത്ഥവുമില്ല. പിന്നെ ബേജാറിന് അർത്ഥമില്ല. കിട്ടിയില്ലേ? കുലൂ റഹിമക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സന്തോഷം, റഹിമക്കുമുല്ലാഹ്, തിന്നോ തിന്നോ തിന്നോ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ സുന്നത്തും കൂടെ നിസ്കരിക്കുകയാണ്. സുന്നത്തൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന്റെ ശേഷം അവിടുന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇബ്രാഹിം ഇബ്നു ബശാർ പ്രധാനപ്പെട്ട ശിഷ്യനാണ്, അവിടുത്തെ വിളിച്ചിട്ട് പറഞ്ഞു, കുല്യാ മഗ്മൂം, ഭക്ഷണം കിട്ടാതെ മനസ്സ് ദുഃഖിച്ചിരുന്ന മനുഷ്യ വന്ന് കഴിച്ചോളൂ. എന്നെ വിളിച്ചു. എനിക്കൊരു ചമ്മല് തോന്നി. അങ്ങനെ എന്നെ വിളിക്കുന്നത് കണ്ടപ്പം കുല്യാ മഗ്മൂം, ഞാൻ പോയി അവിടെ പോയി ഇരുന്ന്. അപ്പോഴാണ് ഫദഖല സാഇൽ, ഞങ്ങൾ ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു യാചകൻ വന്ന് ഞങ്ങളെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, അത്ഇമൂനാ ശൈആ, വല്ലതും തിന്നാൻ തരുമോ? അത്ഇമൂനാ ശൈആ, ഇതങ്ങ് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു فأخذ 3 أرغفة مع تمر فدفعها إليه وأعطاني 3 وأكل رغيفين. 2 റൊട്ടി എടുത്തിട്ട് കുറെ കാരക്കയും എടുത്തിട്ട് ആ മനുഷ്യന് കൊടുത്തു. അതാ മനുഷ്യന് കൊടുത്തിട്ട്, യാചകന് കൊടുത്തിട്ട് എനിക്ക് 3 എണ്ണവും തന്നു. ശേഷം 2 എണ്ണം ഇബ്രാഹിം ഇബ്നു അദ്ഹമും കഴിച്ചു. 2 എണ്ണം 3 എണ്ണം കൂട്ടുകാരന് കൊടുത്തു, 3 എണ്ണം യാചകന് കൊടുത്തു, 2 എണ്ണം സ്വന്തമായിട്ടും എടുത്തു. എന്നിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം പ്രഖ്യാപിക്കുകയാണ്, അൽ മുവാസാതു മിൻ അഖ്ലാഖിൽ മുഅ്മിനീൻ, അൽ മുവാസാതു മിൻ അഖ്ലാഖിൽ മുഅ്മിനീൻ. സാന്ത്വനം വിശ്വാസികളുടെ അടയാളമാണ്. സാന്ത്വനം വിശ്വാസികളുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ്. നമ്മുടെ പ്രസ്ഥാനം SYS ഔദ്യോഗികമായി സാന്ത്വനം പദ്ധതി പ്രഖ്യാപിച്ചു. നാളെയും മറ്റന്നാളുമായിട്ട് ഇവിടെ കിറ്റ് വിതരണം ചെയ്യും. 1000-ഓളം വരുന്ന ഉസ്താദുമാർക്ക്, പാവപ്പെട്ട ഉസ്താദുമാർക്ക് ഇഫ്താർ കിറ്റ് വിതരണം ചെയ്യുകയാണ്. സാന്ത്വനം കിറ്റ് കൊടുക്കുന്നു.
റമദാനിൽ അത് നമുക്കൊക്കെ ആലോചിച്ച് നോക്കിയാലറിയാം. സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കണം. ഇന്നലെ എന്നോടൊരു സഹോദരൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ 2000 രൂപ കൊണ്ട് 3000 രൂപ കൊണ്ട് ഈ ഉസ്താദുമാർ ജീവിക്കുന്നത് അല്ലെ? മദ്രസയിലുള്ള ഉസ്താദുമാർ എന്നോട് പറഞ്ഞു, നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, മദ്രസയിലെ ഉസ്താദുമാരെ പറ്റിയാണ്. അയാൾ അങ്ങനെ തന്നെ പറഞ്ഞു, എങ്ങനെയാ ജീവിക്കുന്നത്, വല്ലാത്ത ആലോചിക്കാൻ പോലും വയ്യാതെ. അതാണ് ബറക്കത്ത്. അതാണ് വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്ന് പറഞ്ഞതിന്റെ ശരിക്കതിന്റെ പുലർച്ചയാണ് കാണുന്നത്. കാരണം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഇത് നടക്കാൻ പാടില്ല. പക്ഷെ സംഗതി ഭംഗിയായിട്ട് നടക്കുന്നു. എന്നാലോ അവരെല്ലാവരെക്കാളും നല്ല ഡ്രസ്സ് ധരിക്കുന്നു, എല്ലാവരെക്കാളും സന്തോഷം അവരുടെ മുഖത്ത് കാണുന്നു. ഉസ്താദെ, എൻ്റെ എൻ്റെ നാട്ടിലൊക്കെ പലപ്പോഴും ഞാൻ മത്സ്യം വാങ്ങാൻ നിൽക്കുമ്പോൾ ഈ ഉസ്താദും വന്നിട്ട് ഒട്ടും കുറയാതെ ഞാൻ വാങ്ങുന്ന മത്സ്യം തന്നെ വാങ്ങി പോകുന്നുണ്ട്. ഇതൊക്കെ എവിടുന്നാ ഒക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതാണ് സത്യം. അപ്പം അതുകൊണ്ട് വളരെ അവശത അനുഭവിക്കുന്ന ഉസ്താദുമാരായ ആളുകളുടെ കുടുംബത്തെ തന്നെ തെരഞ്ഞെടുത്ത് 1000-ഓളം കിറ്റുകൾ നൽകുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, ആ സ്വഹാബത്തിനെയും ഷാഫിഈ ഇമാം, അബൂ ഹനീഫ തങ്ങള്, അഹ്മദ് ഇബ്നു ഹംബൽ, ഇങ്ങനെ തുടങ്ങിയ മദ്ഹബിന്റെ ഇമാമുകളെ ഇവരെയൊക്കെ നമുക്ക് പരിചയമുണ്ട് എന്ന് മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ അവരെ പറ്റി അറിയുകയും ചെയ്യാം. പക്ഷെ ഇബ്രാഹിം ഇബ്നു അദ്ഹം അതുപോലെ സുപരിചിതമായ ഒരു പേരാണ്. പക്ഷെ ഇബ്രാഹിം ഇബ്നു അദ്ഹമിനെ പറ്റി ഒന്നും നമ്മളിൽ പല സാധാരണക്കാർക്കും അറിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കടുപ്പമുള്ള വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഈ പഠിപ്പിക്കുന്നത്. ശഹ്റുൽ മുവാസാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാന്ത്വന മാസമാണ് ഈ മാസം. ഞാൻ ഇന്നലെ ഒരു റിലീഫ് പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ ജോലി ചെയ്തിരുന്ന മലപ്പുറം ജില്ലയിലെ ഒരു മഹല്ലാണിത്. എത്രയോ കാലം ആ മഹല്ലിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉസ്താദ് ഇടക്കാലത്ത് വെച്ച് മരിക്കുകയാണ്. 3 കുട്ടികൾ മാത്രമുള്ള ഒരു ഉസ്താദ്. അപ്പൊ ആ മഹല്ലിലെ ആളുകൾ തീരുമാനിച്ചു, ഉസ്താദ് പെട്ടെന്നുള്ള മരണം, നമ്മളെ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളെ സ്വാധീനിച്ച ഒരു ഉസ്താദുമാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം. ചെയ്യാമെന്ന തീരുമാനത്തിൽ പിരിഞ്ഞു. പിന്നെ ചിലർ അദ്ദേഹം SYS-ൽ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ വളരെ സൗകര്യപൂർവ്വം പിന്നോട്ട് വലിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തോളന്നില്ലാതെ അതിൻ്റെ ആളുകൾ ഉണ്ടാക്കി കൊടുത്തോട്ടെ. SSF-ന്റെ SYS-ന്റെ ആളുകൾ മുന്നോട്ട് വന്നു. ഇന്നലെ 1,00,000 രൂപ ആ ഉസ്താദിന് കൈമാറി ആ മഹല്ലത്തുകാർ. എന്തു നല്ല സന്തോഷകരമായൊരവസ്ഥയാണിത്. ഇറങ്ങിച്ചെന്ന് ചോദിക്കണം, അല്ലെ? അള്ളാഹു എന്തിനാ നമുക്ക് നാക്കും മൂക്കും കണ്ണുമൊക്കെ തന്നത്? ഇതിനാണ്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ ഫലഖ്തഹമൽ ലഖബ വമാ അദ്റാക മൽ ലഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ സുമ്മ കാന മിനൽ ലദീന ആമനൂ. തുടർന്ന് ഇങ്ങനെ പറയുന്നു സൂറത്തുൽ ബലദിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ബലദിന്റെ അവസാന ഭാഗം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. എത്ര നല്ല വാക്കാണ് ആ പറഞ്ഞത്. അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് ഞാൻ 2 കണ്ണുകൾ നൽകിയില്ലയോ? അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് 2 കണ്ണുകൾ കൊടുത്തില്ലേ? വലിസാനം വശഫതൈൻ, സ്ഫുടമായി സംസാരിക്കാൻ ഒരു നാക്കും 2 അധരങ്ങളും ചുണ്ടുകളും അല്ലാഹു കൊടുത്തില്ലേ? എന്നിട്ട് വഹദൈനാഹു നജ്ദൈൻ, അവന് നേരും തെറ്റുമായ 2 റൂട്ടുകളും, ഇതിലെ പോയാ സ്വർഗത്തേക്ക് പോകാ, ഇതിലെ പോയാ നരകത്തേക്ക് പോകാ, രക്ഷയുടെയും പരാജയത്തിന്റെയും 2 വഴികളും അവന് നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് ഈ കണ്ണും മൂക്കും നാക്കുമുള്ള മനുഷ്യൻ ഫലഖ്തഹമൽ ലഖബ, എന്തേ അവന്റെ കടമ്പ കടക്കാൻ തയ്യാറാവാത്തത്? അവന്റെ മുമ്പിലുള്ള കടമ്പ എന്തുകൊണ്ട് അവൻ കടന്നു തീർത്തില്ല? വമാ അദ്റാക മൽ ലഖബ, ഏതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കടന്നു തീർത്തിരിക്കേണ്ട കടമ്പ? കണ്ണും മൂക്കും നാക്കുമുള്ളവന്റെ മുമ്പിലുള്ള വലിയ കടമ്പ ഏത്? നബിയെ തങ്ങൾക്കറിയോ? ഫക്കു റഖബ, അവശത അനുഭവിക്കുന്നവനെ അവന്റെ അവശതയിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അവന്റെ തലയൂരി കൊടുക്കലാണ് ഫക്കു റഖബ.
മഹാന്മാരായ മുഫസ്സിറുകളിൽ ചിലർ വിശദീകരിച്ചത് അങ്ങനെയാണ്. ഒന്ന് അടിമമോചനം എന്നർത്ഥമുണ്ട്, മറ്റൊരർത്ഥം നമ്മളൊക്കെ മലയാളത്തിൽ സാധാരണ പറയാറുള്ളതാണ്, അയാളെ അതിന്നൊന്ന് തല ഊരി കൊടുക്കണം, അയാൾ അതിൽ കുടുങ്ങിന് അയാളെ തല ഒന്ന് അതിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണം, അയാളെ ഒന്ന് ഊരിക്കൊടുക്കണം, അതിന് അയാളുടെ തല ഒന്ന് ഊരിക്കൊടുക്കണം. അതേ പ്രയോഗം ഫക്കുറക്കബ, പെരടി ഊരിക്കൊടുക്കുക. കടത്തിലങ്ങോട്ട് കുടുങ്ങിയിട്ട് ലക്ഷക്കണക്കിന് രൂപ കടം, ഒന്ന് ഊരിക്കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ കൊടുക്കുക. വീട് നിർമ്മാണം തുടങ്ങി എത്രയോ കാലമായി ലിൻഡലിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മേലോട്ട് പൊങ്ങുന്നില്ല, കഴിയുന്നില്ല. നമ്മളെ അടുത്ത് ഇഷ്ടംപോലെ പണം ബാലൻസ് ഉണ്ട്, ബാങ്ക് ബാലൻസ് വളരെ വലിയൊരു തുക തന്നെ ഉണ്ട്. അപ്പോഴാണ് ഒരു മുതലാളിക്ക് അയവ് തോന്നുന്നത്, അയാൾ ഒരു 2-3 ലക്ഷം റുപ്യ എടുത്തിട്ട് ആ പാവത്തിനങ്ങ് കൊടുത്താൽ ഇത് വലിയ മുവാസാത്താണ്, സാന്ത്വനമാണ്. സാന്ത്വനം പദ്ധതിയുടെ ഭാഗമായിട്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മെഡിസിനുകൾ നൽകുന്ന വലിയ ഒരു പദ്ധതി SYS രൂപം കൊടുത്തു. എന്തു വലിയ പുണ്യാർഹമാണത്, എത്രമാത്രം പുണ്യാർഹമാണ്, എത്രയാണ് അതിനൊക്കെ കിട്ടാൻ പോകുന്നത്. ഈ പദ്ധതി ആരുടെ തലയിൽ നിന്നാണോ ഇറങ്ങി വന്നത് അവർക്ക് കിട്ടാൻ പോകുന്നു അതിന്റെയൊക്കെ പ്രതിഫലം. ലോകത്ത് നടക്കുന്നതിന്റെ മുഴുവൻ പ്രതിഫലം വഴി കാണിച്ചു കൊടുക്കുന്ന ആൾക്കും കിട്ടുമല്ലോ. അള്ളാഹു സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന യൂണിറ്റ് തലം തൊട്ടുള്ള മുഴുവൻ പ്രവർത്തകരും സ്റ്റേറ്റ് തലം വരെയുള്ള മുഴുവൻ പ്രവർത്തകർക്കും അള്ളാഹു നമ്മുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങള് അതിന്റെ മിസ്ൽ സവാബ് അള്ളാഹു നൽകട്ടെ. പടച്ചവനെ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അള്ളാഹു പറയാൻ പട്ടിണിയുള്ള നാളുകളിൽ ഭക്ഷണം നൽകണം. യതീമന്താ മഖറബാഉ മിസ്കീനന്താ മത്രബാ, പാവപ്പെട്ട അനാഥക്കും അവശത അനുഭവിക്കുന്ന സാധുവിനൊക്കെ ഭക്ഷണം കൊടുക്കണം. ഇതൊക്കെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള കടമ്പ. ഇതെന്താ നടത്താത്തത്, നിസ്കരിക്കാത്തത് എന്താ, നോമ്പുൽക്കാത്തത് എന്താ എന്നല്ല ചോദിച്ചത്. ആദ്യം അള്ളാഹു ചോദിച്ചത് ഇതാണ്. കാരുണ്യ പ്രവർത്തനം നടത്തുന്നവർ എത്രയോ ഉണ്ട്, അത് മാത്രം മതിയോ? സുമ്മകാന മിനല്ലദീന ആമനു. പിന്നെ അതിന്റെ ഒക്കെ അടിസ്ഥാനം ആദർശം ശരിയായിരിക്കണം. ഈമാൻ റെഡിയാക്കിയിട്ട് കാരുണ്യ പ്രവർത്തനം നടത്തണം. അത് നടത്തിക്കഴിഞ്ഞാൽ എല്ലാം ക്ലിയറായി. അതിനാണ് മനുഷ്യന് കണ്ണും നാക്കും നൽകിയത്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. അതെങ്ങനെയാ സാധിക്കുന്നത്? കണ്ണും നാക്കും നൽകിയതുകൊണ്ട് ഇത് നടക്കുമോ? കണ്ണ് ലോകത്താരാ കഷ്ടപ്പെടുന്നത് എന്ന് കണ്ടു മനസ്സിലാക്കി. പക്ഷെ എന്റെ പോക്കറ്റിൽ ഒന്നും ഇല്ല, എടുത്തു കൊടുക്കാം, പിന്നെന്താ മാർഗം? അതിനാണ് അള്ളാഹ് നിനക്ക് നാക്ക് തന്നത്. ഉള്ളവനെയും ഇല്ലാത്തവനെയും പടച്ചത് ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് ഈ സമ്പത്ത് ഒഴുകാനാണ് അള്ളാഹു അങ്ങനെ പടച്ചത്. രണ്ടു കൂട്ടരെയും പരീക്ഷിക്കുകയാണ്. അപ്പൊ ഇവിടെ ഉള്ളവനുണ്ട് ഇല്ലാത്തവനുണ്ട്. അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നിട്ടില്ല. നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരാണ് സാധാരണക്കാരായ ആളുകൾ. എന്നാ നമ്മളെ കാര്യം അൽഹംദുലില്ലാഹ് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. വേറുള്ളവരെ കാര്യമായിട്ട് സഹായിക്കാൻ നമ്മളോടാവും പോലെ നമ്മളും സഹായിക്കണം. കാര്യമായി സഹായിക്കാൻ നമ്മുടെ കയ്യിലില്ല. അവിടെ ഒരു മാർഗമുണ്ട്. നീ ഉത്തരവാദിയല്ല, ഞാൻ ഇതിന് ഉത്തരവാദിയല്ല, ഇതൊക്കെ മുതലാളിമാരുടെ ഉത്തരവാദിത്താന്ന് പറഞ്ഞു മാറി നിൽക്കരുത്. കണ്ടോ, ഇബ്രാഹിം ഇബ്നു അദ്ഹം കൊടുത്തത് മുതലാളിയായതുകൊണ്ട് കൊടുത്തതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധുവിനുമുണ്ട് അവകാശം. അതാണ് യൂണിറ്റ് തല പ്രവർത്തകർ വരെ. റമദാനായാൽ ഓരോ കടതോറും കയറിയിട്ട് മുതലാളിമാരോട് കാശ് ചോദിക്കുന്നു, സാന്ത്വനം ഫണ്ടിലേക്ക് ചോദിക്കുന്നു, നമ്മുടെ പള്ളികളുടെ മുമ്പിൽ ബക്കറ്റ് പിടിച്ചു നിൽക്കുന്നു. നാട്ടിലെ പ്രവർത്തകരെന്തിന്? ഉള്ളവന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങാൻ അള്ളാഹു നാക്ക് നൽകി. ഈ ഒരു തിരിച്ചറിവാണ് കേരളത്തിലെ വലിയ ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ്. നോക്ക് നിങ്ങള്, ആയിരക്കണക്കിന് ആളുകൾക്ക് അത്താണിയായി പ്രവർത്തിക്കുന്ന ഉസ്താദ്. ഉസ്താദിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണോ? അല്ല. ഉസ്താദിനറിയാം അള്ളാഹു എന്നെ വിടൂല, അള്ളാഹു എനിക്ക് നല്ല ഒരു ലിസാന് നൽകിയിട്ടുണ്ട്. ലക്ഷങ്ങളുടെ കോടികളുടെ പദ്ധതി ഞാൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നടപ്പാക്കാൻ പറ്റുന്ന ഒരു നാക്കല്ല എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഉള്ളവനോട് ചോദിച്ചാൽ മതി, അവനത് എടുത്തു തരുമെന്ന് ഉസ്താദിനറിയാം. ഉസ്താദ് ചോദിക്കുന്നു, നമ്മുടെ സംഘടനാ നേതാക്കൾ ചോദിക്കുന്നു, നമ്മൾ എടുത്തു കൊടുക്കുന്നു. കേരള യാത്രയോട് അനുബന്ധിച്ച് എത്ര ഫണ്ടുകൾ വിജയിപ്പിച്ചവരാണ് നമ്മള്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലക്ഷങ്ങളുടെയും കോടികളുടെയും പദ്ധതികൾ പ്രഖ്യാപിച്ചു, നാക്കുകൊണ്ട് പ്രഖ്യാപിച്ച് അതിന് സാക്ഷാത്കാരം കണ്ട പ്രസ്ഥാനമാണ് നമ്മള്. നമുക്ക് വെറുതെ ആവൂല. അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ നേട്ടമാണിത്. എന്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഉൾവലിയാൻ പറ്റൂല. ഉള്ളവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ നിന്റെ നാക്കുകൊണ്ടൊരു വർത്താനം പറഞ്ഞിട്ട് പറ്റുമെങ്കിൽ അതിനൊരു മുടക്കൂല്ലല്ലോ, അത് നടത്തണം. അതിനാണ് നമ്മൾ നാട്ടില് ശാഖാതലം തൊട്ടുള്ള ആളുകൾ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഷഹ്റുൽ മുവാസാത്ത്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണത്തിലെ പ്രധാന ഭാഗമാണ്. സാന്ത്വനത്തിന്റെ മാസമാണ് റമദാൻ. ഇനി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വശഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ. അതേ, മുഅ്മിനിന്റെ റിസ്ക് വർദ്ധിപ്പിക്കപ്പെടുന്ന മാസമാണ് റമദാൻ. ചെറിയ ഭക്ഷണം, 2 നേരം ഭക്ഷണം കൊണ്ട് ഒരു ദിവസം പോകുന്നു. റിസ്കിൽ ബറക്കത്തുള്ള മാസമാണ് റമദാൻ. വശഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ. മാത്രമല്ല, ഏതില്ലാത്തവന്റെ വീട്ടിലും സുഭിക്ഷമായി കഴിയുന്നു റമദാൻ മാസത്തില്. ഒരു ബറക്കത്താണത്. വശഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ. ഇതിൽ ഓരോന്നും ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഓരോന്നും ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഹദീസ് തന്നെ തീർക്കാൻ, നബി തങ്ങളുടെ ഈ ഒരു പ്രഭാഷണം തന്നെ തീർക്കാൻ നമുക്ക് കഴിയില്ല. ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് പറയാം. ഈ ഒരു ഹദീസ് നമുക്ക് പൂർത്തിയാക്കണം. അതിനോടനുബന്ധിച്ച് പറയാനുള്ള സംഗതികളൊക്കെ നമുക്ക് പറഞ്ഞു പോകുകയും വേണം. മൻ ഫത്തറ ഫീഹി സായിമാ, റസൂലുള്ളാഹി പറഞ്ഞു, ഈ റമദാൻ മാസത്തിൽ ഒരു നോമ്പുകാരൻ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ കാനലഹു മഗ്ഫിറത്തൻ ലിദുനൂബിഹി, അതവന്റെ പാപങ്ങൾക്ക് മുഴുവനും മോചനമായി. അയാളുടെ പാപങ്ങൾ മുഴുവൻ പൊറുപ്പിച്ച് കളയാനുള്ള മാർഗമാണ്. വൈത്ഖ റഖബതിഹി മിനന്നാർ, ഒരാളെ നരകത്തിൽ നിന്ന്, ഒരടിമയെ നരകത്തിൽ, ഒരാളെ നരകത്തിൽ നിന്ന്, വൈത്ഖ റഖബതിഹി മിനന്നാർ, ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ പെരടി അല്ലാഹു നരകത്തെ തൊട്ട് ഇത്ക്ക് ചൊല്ലലുമായി. അത് കാരണമായി അവന് കിട്ടുന്നതാണത്. വകാന ലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യുൻഖസ മിൻ അജ്രിഹി ശൈ, അവന്റെ കൂലിയൊട്ടും കുറയാതെ, നോമ്പ് തുറപ്പിക്കപ്പെട്ടവന്റെ കൂലിയൊട്ടും കുറയാതെ അവന്റെ തത്തുല്യ പ്രതിഫലം, അവൻ അല്ലാഹു കൊടുക്കുന്ന അതേ പ്രതിഫലം തുറപ്പിച്ച നിനക്കും തരും. ഇഫ്താർ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഘടിപ്പിക്കാറുണ്ട്. വീടുകളിൽ സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ മറ്റു സംഗതി നമ്മുടെ വീടുകളിലും അതുപോലെ സംഘടനയുടെ പേരിലും ഒക്കെ സംഘടിപ്പിക്കേണ്ടതാണ്. നോമ്പ് തുറപ്പിക്കുന്നതിന് വലിയ പ്രതിഫലമാണ്. ഇത് നബി പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലൈസ കുല്ലുനാ യജിദു മാ യുഫത്തിറു സായിം, ഒരു നോമ്പുകാരന് സുഭിക്ഷമായി ഭക്ഷണം കൊടുത്ത് നോമ്പ് തുറപ്പിച്ച് വിടാനുള്ള ഭക്ഷണം ഞങ്ങളുടെയൊക്കെ കൈവശം ഇല്ലല്ലോ നബിയെ, എല്ലാവർക്കും അതൊക്കൂലല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വിചാരിച്ചാൽ പെട്ടെന്ന് സാധിക്കും. എത്ര പേരെയും വിളിച്ച് നോമ്പ് തുറപ്പിക്കാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തീരുമാനിച്ചാൽ എത്ര പേരെയും നോമ്പ് തുറപ്പിക്കാം. സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയോ തങ്ങളെ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഫഖാല റസൂലുള്ളാഹി യുഅ്തില്ലാഹു ഹാദ സവാബ്, ഈ ഒരു പ്രതിഫലം അല്ലാഹു നൽകും. മൻ ഫത്തറ സായിമൻ അലാ മദഖതി ലബൻ ഔ തംറ ഔ ശർബത്തിൻ മിമ്മാ, ഒരു മുറുക്ക് പാല് കൊടുത്താൽ മതി. അതെന്നെ ക്ലിയർ പാൽ, ഒറിജിനൽ പാൽ എന്നല്ല. മദഖത്ത് ലബൻ എന്ന് പറഞ്ഞാൽ പാലും വെള്ളവും കൂടെ കൂട്ടിച്ചേർത്ത ഒരു മുറുക്ക്. പാലും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് നിങ്ങൾ കൊടുത്താൽ അതിനും കിട്ടും ഈ കൂലി. മാത്രമല്ല, ഔ തമ്രത്തിന് ഒരു കാരക്ക കൊടുത്ത് നോമ്പ് ഉറപ്പിച്ചാലും കിട്ടും ഇത്. ഔ ശർബത്തിൻ മിമ്മാ, അല്ലെങ്കിൽ ഒരൊറ്റ മുറുക്ക് വെള്ളം കൊടുത്താലും കിട്ടും ഈ കൂലി. ഇതിനൊക്കെ നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടും. ചെറിയ ഒരു സംഗതി നോക്കൂ നിങ്ങൾ. നമ്മളൊക്കെ പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ വീടുകളിലൊക്കെ നോമ്പ് തുറപ്പിക്കാൻ പറ്റാത്ത പലരും പള്ളികളിൽ നിന്ന് നോമ്പ് തുറപ്പിക്കുമ്പോൾ അതിലേക്ക് നമ്മുടെ ഒരു പങ്ക് എന്ന നിലക്ക് 1000 രൂപ കൊണ്ട് നടക്കുന്ന കേസാണ്, 500 രൂപ കൊണ്ട് നടക്കുന്ന കേസാണ്. ഒരുപാട് ആളുകൾ ഒരു ലഘു ഭക്ഷണം കഴിച്ച് നിസ്കരിച്ചു പോകും. നല്ല സംഗതിയാണ്. ഇതിനൊക്കെ നമ്മൾ അവസരം കാണണം. നമ്മളും കൂടെ അതിൽ ഭാഗവാക്കാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല മനസ്സ് നൽകട്ടെ. ഒരുപാട് വിഷയങ്ങൾ പ്രധാനപ്പെട്ടത് പറയാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അതേ സമയം റസൂലുള്ളാഹി പറയാണ്, ഇത് പറഞ്ഞാൽ എല്ലാവരും കാരക്കോടുത്ത് നോമ്പ് ഉറപ്പിച്ചു വിടൂലേ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, വമൻ അസ്ബഅ സായിമാ, ഒരു നോമ്പുകാരന് വയറ് നിറയെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്താലോ, ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാന പ്രതിഫലം, ആ അടിസ്ഥാന പ്രതിഫലം പാപമോചനവും നരകമോചനവും ആ നോമ്പ് നോറ്റവന്റെ അതുപോലുള്ള ഒരു പ്രതിഫലവും കിട്ടുമെന്ന് പറഞ്ഞത്, അതിങ്ങനെ ചെറിയ ഒരു സാധനം കൊടുത്തു നോമ്പ് ഉറപ്പിച്ചാലും കിട്ടും. അതേസമയം ഒരു നോമ്പുകാരനെ വിളിച്ച് വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് തുറപ്പിച്ചു വിട്ടാലോ, സഖാഹുല്ലാഹു മിൻ ഹൗദി,
അവന് എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് അല്ലാഹു അവനെ കുടിപ്പിക്കും. എന്റെ ഹൗദിൽ നിന്ന്, എന്റെ പുണ്യ തടാകത്തിൽ നിന്ന് അവന് കോരിക്കൊടുക്കും. ശർബതൻ, അല്ലാഹു അവനെ കുടിപ്പിക്കും. ശർബതൻ ലാ യദ്മഉ ബഅദഹാ അബദാ ഹത്താ യദ്ഖുലൽ ജന്ന. ഒരിക്കലും പിന്നെ ദാഹിക്കൂല. അങ്ങനെ അയാൾ സ്വർഗത്തിൽ പോയി കടക്കും. അത്രയും നല്ല ഹൗദുൽ കൗസർ അയാൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുടിപ്പിക്കും. ഒറ്റ മുറുക്ക് കുടിപ്പിച്ചാൽ പിന്നെ ദാഹിക്കൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനൻ നാർ. വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ. ഈ റമളാൻ മാസം നാളെ മറ്റന്നാൾ നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന മാസം ഞാൻ ഉണർത്തിയല്ലോ. അതേതാ മാസം എന്നറിയോ? അവ്വലുഹു റഹ്മ. അതിന്റെ ആദ്യ ഭാഗം 1-ാം 10 കാരുണ്യത്തിന്റെ 10 2-ാം 10 മഗ്ഫിറത്തിന്റെ 10 3-ാം 10 ഇത്ഖിന്റെ 10 വആഖിറുഹു ഇത്ഖും മിനന്നാർ, നരകമോചനത്തിന്റെ 10. ഇതുകൊണ്ടാണ് പഴയ കാലം മുതലേ ആലിമീങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് 1-ാമത്തെ 10 റഹ്മത്തിന്റെ 10 ആണെങ്കിൽ പിന്നെ ആ 10ൽ നമ്മൾ റഹ്മത്ത് അല്ലാഹുവിനോട് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കൂട്ടത്തിൽ ചില ഭാഗ്യദോഷികളുണ്ട്. മുസ്ലിം എന്ന പേര് പറഞ്ഞു നടക്കുന്നവരിൽ ചില ഭാഗ്യദോഷികളുണ്ട്, ഹതഭാഗ്യര്. ഇവര് പറയും, 1-ാമത്തെ 10 റഹ്മത്തിന്റെ 10 പറഞ്ഞിട്ടുണ്ട്. റഹ്മത്ത് ധാരാളം വഴിഞ്ഞൊഴുകുന്ന 10 റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കണില്ല. അങ്ങനെയുള്ള ഒരു ടീമുണ്ട്. വിദാത്തുകാരുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഈ സാധുക്കൾക്ക് ഒന്നിനും സാധിക്കാറില്ല, തൗഫീഖ് ഉണ്ടാവാറില്ല. സ്കെയിൽ വെച്ച് ഇങ്ങനെ നോക്കിയിട്ടേ കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് അളന്ന് ഒന്നിനും പറ്റാറില്ല. ഈ വിഷയത്തിൽ ഇനി എന്താ വേണ്ടത്? റഹ്മത്തിന്റെ 10 പറഞ്ഞാൽ അപ്പൊ ചോദിക്കാനല്ലേ വേണ്ടത്? ഇവിടെ ഇപ്പോ ധാരാളം സംഭാവനകൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവിടെ പോയി കൈ നീട്ടുക, ചോദിക്കുക എന്നത് നമ്മൾക്കത് കിട്ടണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതല്ലേ? അള്ളാന്റെ റഹ്മത്തല്ലേ ഈ വിതരണം ചെയ്യുന്നത്? വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുന്നവരാരാ? അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചു വാങ്ങണം. അതിനാണ് മഹാന്മാർ ചെറുപ്പം മുതലേ നമ്മളെ ചൊല്ലിപ്പഠിപ്പിച്ചത്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ഒരു 3 വട്ടം നല്ല ഇഖ്ലാസോടുകൂടെ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. എന്താ ഈ റഹ്മത്ത് പറഞ്ഞ സാധനം? എന്താ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞ സാധനം? എന്താ ഇത്ഖ് എന്ന് പറഞ്ഞ സാധനം? ഇതൊക്കെ പറയുമ്പോഴേ ഇതിന്റെ വലിപ്പം തിരിയുള്ളൂ ഈ ദിക്റുകളുടെയൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സംഭവം പൂർത്തീകരിച്ച് ഇന്നത്തെ പ്രഭാഷണം നമുക്ക് അവസാനിപ്പിക്കണം എന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ അവസാനം പറയുന്ന ഒരു സംഗതി അത് വളരെ പ്രാധാന്യത്തോടെ പറയേണ്ടതാണ്. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ റമളാൻ കഴിയുള്ളൂ, അത് മനസ്സിലുണ്ടാവും. അത് കരുതി അത് പറയാൻ വേണ്ടി സമയം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വിഷയം ചുരുക്കാം. റഹ്മത്ത്, അള്ളാഹു റഹ്മത്തിനെ പഠിച്ചത് 100%. ഖലഖല്ലാഹു റഹ്മത യൗമ ഖലഖഹാ മിയത റഹ്മ. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അള്ളാഹു റഹ്മത്തിനെ പഠിച്ചപ്പോൾ 100% പഠിച്ചത്. റഹ്മത്ത് പഠിച്ചപ്പോൾ ഒരു പോരായ്മയില്ല, 100% കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെന്തേ? അങ്ങനെയായിട്ട് എന്താ റസൂലുള്ളാഹിക്ക് പറയാനുള്ളത്? വഅർസല ഫീ ഖൽഖിഹി കുല്ലിഹിം റഹ്മതൻ വാഹിദ. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്ക് മൊത്തമായി അള്ളാഹു വിട്ടുകൊടുത്തത് ഒറ്റ റഹ്മത്ത്. വഅഖറ ഇൻദഹു 99 അള്ളാഹു അവിടെ തന്നെ സ്റ്റോക്ക് ചെയ്തു, വിട്ടു തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ദുനിയാവിൽ ഈ കാണുന്ന പ്രൗഢിയും ഈ കാണുന്ന സൗകര്യമൊക്കെ ഉണ്ടല്ലോ, അള്ളാഹിന്റെ ഒരു റഹ്മത്തിന്റെ പൊട്ടും തെല്ലുമാണ് നമ്മൾ ഈ കാണുന്നത്. കോടാനക്കോടി ഭാഗങ്ങളായി അംശിച്ചതിൽ ഒരു ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹിന്റെ ഒരു റഹ്മത്തിന്റെ വലുപ്പം ഈ ലോകത്തുള്ള എല്ലാം, കരയിലുള്ളത് മാത്രമല്ല കടലിലുള്ളതും ഒക്കെ അതാണ്. അപ്പൊ ആ എടുത്തു വെച്ച 99 ഇതിന്റെ 99 ഇരട്ടി, ഇത് എത്ര ഉണ്ടാകും? ഇത് എന്തിനാ എടുത്തു വെച്ചത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീം എന്ന് പറയുമ്പോഴേ കെട്ടിക്കാനുള്ള കുട്ടിനെ കെട്ടിക്കൽ മാത്രമാകരുത് മുറാദ്, കയറാനുള്ള വീട് മാത്രമാകരുത് മുറാദ്, വീടാനുള്ള കടം മാത്രമാവരുത് മുറാദ്. അവിടെ നാളെ ഒരു വലിയ റഹ്മത്തുണ്ട്, അത് ഓർക്കണം. അതിനാ ഞാൻ പറയുന്നത്. ഇതിങ്ങനെ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടണം. 99 റഹ്മത്തുകൾ എന്തിനെടുത്തു വെച്ചു? നബിതങ്ങൾ പറഞ്ഞു, യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ.
അന്ത്യദിനത്തില് അവനെ അനുസരിച്ച മുത്തക്കീങ്ങളായ ആളുകളെ സുഖിപ്പിക്കാനാണ്. ഒരു റഹ്മത്ത് അനുസരിച്ചവർക്കും അല്ലാത്തവർക്കും ഒക്കെ കൊടുക്കാൻ ദുനിയാവുക്ക് വിട്ടു. 99. അപ്പൊ സ്വർഗലോകത്തിന്റെ സുഖത്രയായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടാണ് ഈ ഒരു റഹ്മത്തിന്റെ പൊട്ടും തെല്ലും കിട്ടാൻ വേണ്ടി ആ 99 നമ്മൾ കളഞ്ഞു കുളിക്കുന്നത്. നമ്മളെപ്പോലെ ഭാഗ്യം കെട്ടവരാരുണ്ട്? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് നല്ല മനസ്സ് നൽകട്ടെ. പടച്ചവനെ, കഴിഞ്ഞു 1-ാം പത്ത് തീരാറായി. ഈ അവസാന നിമിഷങ്ങളിൽ ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റിനെ നീ കബൂലാക്കണേ അല്ലാഹ്. നിന്റെ വിശാലമായ റഹ്മത്ത്, ഈ ദുനിയാവിലെ ഒരു റഹ്മത്തിന്റെ ഒരു ചെറിയ പൊട്ട് കിട്ടിയാൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നവും തീർന്നു. റബ്ബേ, തന്ന് ഞങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്. പടച്ചവനെ, നാളെ 99 ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് അത് കൺകുളിർക്ക കണ്ട് ആസ്വദിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. 2-ാമത്തെ 10 പാപമോചനത്തിന്റെ 10 വരും ദിവസങ്ങൾ പറയാനാകുമോ എന്ന് നോക്കാം. പാപമോചനം, അതുകൊണ്ടാണ് 2-ാമത്തെ 10 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. 1-ാം 10 കാരുണ്യവാനായ റബ്ബേ എനിക്ക് കരുണ നൽകണേ എന്ന് പറഞ്ഞപ്പോ 2-ാം 10 ലോകരക്ഷിതാവായ പടച്ചവനെ എന്റെ പാപം പൊറുക്കണേ. 3-ാം 10 അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. പടച്ചവനെ, നരകത്തെ തൊട്ട് എന്നെ മോചിപ്പിക്കണേ. വാദ്ഖിൽനിൽ ജന്ന, എന്നെ സ്വർഗത്തിൽ കടത്തിത്തരണേ. നരകത്തെ തൊട്ട് മോചിപ്പിക്കണം, സ്വർഗത്തിൽ കടത്തിത്തരണം. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേണം. അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. ഈ ദിക്ർ നിസ്കാരത്തിന്റെ ശേഷം 3 വട്ടം ചൊല്ലാൻ മാത്രമുള്ളതല്ല. നിസ്കാരത്തിന്റെ ശേഷം കേവലം 3 വട്ടം ചൊല്ലാനുള്ളത് മാത്രമല്ല. നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലിക്കൂടെ? ചൊല്ലാം. അങ്ങനെ പറയുന്നവരുണ്ട്. വ്യതിയാന ചിന്താഗതിക്കാരിൽ ഒരു ടീം, എന്തിനാ അത് നിസ്കാരത്തിന്റെ ശേഷം 3 വട്ടം ചെല്ലുന്നത്? എപ്പോഴും ചൊല്ലിക്കൂടെ? ഇവരെപ്പോഴൊക്കെയാ ചൊല്ലല്? തീരെ ചൊല്ലാറില്ല അല്ലേ? അതാണ് സത്യം. അതേ സമയത്തോ ഇങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയ മുഅ്മിനീങ്ങളോ അവർ നിസ്കാരത്തിന്റെ ശേഷം 3 വട്ടെങ്കിലും ചൊല്ലുന്നു. നമ്മൾ എന്തുകൊണ്ട് നിസ്കാരത്തിന്റെ ശേഷം 3 വട്ടം ചെല്ലുന്നു? അതിൽ ചുരുക്കാനാണോ? അല്ല. നിസ്കാരത്തിന്റെ ശേഷം ദുആക്ക് ഉത്തരമുണ്ട് എന്ന് റസൂലുള്ളാഹി ഉറപ്പിച്ച് പറഞ്ഞതാണ്. അപ്പോ ഈ ദുആ നടത്തുക, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അപ്പൊ ഉത്തരം ഉറപ്പാണ്. അതുകൊണ്ട് അപ്പൊ ഒരു 3 വട്ടം. അല്ലാത്ത സമയത്തൊക്കെ വെറുതെ യാത്ര ചെയ്യുമ്പോൾ, ബസ്സിലിരിക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒക്കെ ചൊല്ല, ഒരു മുടക്കൂല്ല. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഇത്രയും പുണ്യമുള്ള മാസമായതുകൊണ്ട് വമൻ ഖഫഫ അൻ മംലൂകിഹി ഫീഹി ഗഫറല്ലാഹു ലഹു വഅഅ്തഖഹു മിനന്നാർ. പരിശുദ്ധ റമദാനിൽ തന്റെ കീഴിലുള്ള തൊഴിലാളി, ആ തൊഴിലാളിയുടെ ജോലിയിൽ ഒരാൾ ഇളവ് ചെയ്തു കൊടുത്താൽ, വമൻ ഖഫഫ അൻ മംലൂകിഹി ഫീഹി, അടിമയുടെ വേലയിൽ ഇളവ് ചെയ്തു കൊടുത്താൽ, തൊഴിലാളിയുടെ വേലയിൽ ഇളവ് ചെയ്തു കൊടുത്താൽ, റമദാനിലെ പകുതി പണിയെടുത്താൽ മതി, കൂലി മുഴുവൻ തരാന്ന് പറയാം. മുതലാളി പറയാ തൊഴിലാളിയോട്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗഫറല്ലാഹു ലഹു വഅഅ്തഖഹു മിനന്നാർ. ഗഫറല്ലാഹു ലഹു, അല്ലാഹു ആ മനുഷ്യന് പുറത്തു കൊടുക്കും. വഅഅ്തഖഹു മിനന്നാർ, ആ മനുഷ്യനെ അല്ലാഹു നരകത്തെ തൊട്ട് മോചിപ്പിക്കുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തെ തൊട്ട് മോചിപ്പിക്കുന്നതാണ് ആ മനുഷ്യനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കൂ സുഹൃത്തുക്കളെ, എന്താ വേണ്ടത്? തന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ, തന്റെ കീഴിലുള്ള ജോലിക്കാരൻ, ആ ജോലിക്കാരനോട് സ്നേഹം കാണിച്ചാൽ, റമദാനല്ലേ, ഭക്ഷണം കഴിക്കാത്ത, വെള്ളം കുടിക്കാത്ത പകലുകളല്ലേ, അതുകൊണ്ട് എന്റെ തൊഴിലാളിക്ക് ഞാൻ ചെറിയ ഒരു ലഘൂകരണം നൽകട്ടെ എന്നാലോചിച്ചാൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയും അയാളെ നരകത്തു തൊട്ട് അള്ളാഹു മോചിപ്പിക്കുകയും ചെയ്യും. ഇതിനാണ് പഴയ കാലത്തെ മുതലാളിമാരെന്ത് ചെയ്യും? റമദാൻ വരുമ്പോ തങ്ങളെ കീഴിൽ ജോലി ചെയ്യുന്നവരെ സന്തോഷിപ്പിക്കാൻ റമദാന്റെ വകയായിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കും. ഇതൊക്കെ നല്ലതാണ്. പണ്ടേ നടന്നു വരുന്ന സംഗതിയാണ്. മദ്രസ മുഅല്ലിമീങ്ങൾക്കൊക്കെ പണ്ട് കൊടുത്തിരുന്നു. ആ നാട്ടിലെ ആളുകൾ കൂടി കൊടുത്തിരുന്നു. പള്ളിയിലെ ഉസ്താദിന് കൊടുക്കും, പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന പാവപ്പെട്ട സാധുവായ ആ മനുഷ്യന് കൊടുക്കും, ഒക്കെ കൊടുക്കും. അങ്ങനെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ റമദാന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മുടെ വക.
ജോലി ഒന്ന് ഇളവ് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ഇളവ് ചെയ്തു കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, ഇതിലാണ് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്താൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ള പറഞ്ഞ ഈ അവസാന പോയിന്റില് ഫസ്തക്സിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ, ഫസ്തക്സിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ. അതുകൊണ്ട് ഈ റമദാനില് 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം കേട്ടോ. ഫസ്തക്സിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ. ചോദ്യം വിതരണം ചെയ്യുന്നുണ്ട്, അതിന്റെ ഇടയിൽ അതിന്റെ ഉത്തരം പറഞ്ഞു. ഇങ്ങോട്ട് നോക്കണം. ഫസ്തക്സിറൂ ഫീഹി മിൻ അർബഇ ഖിസാൽ. 4 കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം റമദാനില്. കാരണം ചോദ്യത്തിൽ വരാത്ത ഭാഗം ഇപ്പോഴും ഉണ്ട്. ചോദ്യം എൻ്റെ മുമ്പിലെത്തിയതുകൊണ്ട് വന്നിട്ടില്ല, പക്ഷെ ഞാനത് പരാമർശിക്കും കഴിയുന്നതിന് മുമ്പ്. 4 കാര്യങ്ങൾ നിങ്ങൾ റമദാൻ മാസത്തിൽ കൂടുതലായി ചെയ്യണം. എന്താണത്? ഹസ്ലത്താനി, 4 കാര്യങ്ങൾ പ്രത്യേകിച്ച് ചോദിക്കണം. ഹസ്ലത്താനി തുർദൂന ബിഹിമാ റബ്ബക്കും വഹസ്ലത്താനി ലാ ഗിനാ ലക്കും അൻഹുമാ. 2 കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പടച്ചോനെ നിങ്ങൾ ഇഷ്ടപ്പെടുത്തും, പടച്ചോനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തും, അള്ളാഹ് നിങ്ങളോട് ഭയങ്കര ഇഷ്ടാവും 2 കാര്യം ചെയ്താൽ. വഹസ്ലത്താനി ലാ ഗിനാ ലക്കും അൻഹുമാ. 2 കാര്യം അത് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്കൊരു നിവൃത്തിയില്ല. ലാ ഗിനാ ലക്കും അൻഹുമാ, അത് ചെയ്യാതിരിക്കാൻ പറ്റൂല. അങ്ങനത്തെ കാര്യമാണ്. അത് നിങ്ങളെ ആവശ്യമാണ്. മറ്റേതുകൊണ്ട് അള്ളാഹുവിന്റെ വലിയ പൊരുത്തം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഫഅമ്മൽ ഖസ്ലതാനി ലതാനി തുർദൂന ബിഹിമാ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന്റെ പൊരുത്തം നിങ്ങൾക്ക് നേടാമെന്ന് പറഞ്ഞ 2 കാര്യം ഏതാ? ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂനഹു. ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്താണ്. പിന്നെയോ വതസ്തഗ്ഫിറൂനഹു, നിങ്ങൾ അവനോട് പൊറുക്കലിനെ തേടലുമാണ്. 1 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ, 2 അവനോട് പൊറുക്കലിനെ തേടുക. ഈ 2 കാര്യവും ചെയ്യണം. ഇതാ. എന്നിട്ടോ അത് 2 പിന്നെയോ വഅമ്മല്ലതാനി ലാ ഗിനാ ലക്കും മിൻഹുമാ അൻഹുമാ. ആ 2 കാര്യം അത് ചോദിക്കാതെ നിങ്ങൾക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ 2 കാര്യം അതേതാ? ഫതസ്അലൂനല്ലാഹൽ ജന്ന, അല്ലാഹുവോട് സ്വർഗ്ഗം ചോദിക്കുക. വതഊദൂന ബിഹി മിനന്നാർ, അല്ലാഹുവോട് നരകത്തെ തൊട്ട് അഭയം തേടുക. ഇങ്ങനെ 4 കാര്യം ഈ റമദാനിൽ നിങ്ങൾ അധികരിപ്പിക്കണേ ഉമ്മത്തെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്തിനോട് പറയുന്നത്. അതാണ് നമ്മള് 30 ദിവസവും ചൊല്ലുന്ന ദിക്ർ അല്ലേ? 1 ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുക. അതാണ് നമ്മൾ ചൊല്ലുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഇസ്തിഗ്ഫാർ, അതാണ് അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ പറഞ്ഞത് സ്വർഗ്ഗം ചോദിക്കുക, അസ്അലുകൽ ജന്ന. പിന്നെ പറഞ്ഞത് നരകത്തെ തൊട്ട് അഭയം തേടുക, വഅഊദു ബിക മിനന്നാർ. ഒന്ന് ചൊല്ലൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. സുബ്ഹാനല്ലാഹ്. സ്വർഗം ചോദിക്കുന്നു, നരകത്തെ തൊട്ട് അഭയം തേടുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 30 ദിവസവും നമ്മൾ ഇത് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിൽ തട്ടിയിട്ടില്ല കേട്ടോ. അതിന് ഒരു സ്വർഗ ചിത്രവും ഒരു നരക ചിത്രവും ഞാൻ കേൾപ്പിക്കാം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നടത്തുന്ന പ്രഭാഷണത്തിന്റെ ഭാഗം കേട്ടോളൂ. അത് തന്നെ നമുക്ക് എടുത്തു പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗത്തിലുള്ളവർ സ്വർഗ്ഗത്തിലും നരകത്തിലേക്കുള്ളവർ നരകത്തിലേക്കൊക്കെ കടത്തും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വയബ്ഖാ റജുലുൻ ബൈനൽ ജന്നതി വന്നാർ. ഒരു മനുഷ്യൻ നരകത്തിന്റെയും സ്വർഗ്ഗത്തിന്റെ ഇടയിൽ ബാക്കിയാകും. വഹുവ ആഖിറു അഹ്ലിന്നാർ ദുഖൂലൻ അൽ ജന്ന. ഇയാള് അവസാനമായി സ്വർഗത്തിൽ കടക്കേണ്ട ആളാണ്. ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ കടക്കേണ്ട മനുഷ്യനാണ്. ഏറ്റവും അവസാനമായിട്ട് സ്വർഗത്തിൽ കടക്കേണ്ട മനുഷ്യൻ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഇങ്ങനെ നിൽക്കുക. അയാള് നരകത്തിക്കാ പോവാൻ അയാൾക്ക് തോന്നും, പക്ഷെ ആൾ പോകേണ്ടത് സ്വർഗത്തിലേക്കാ.
അവസാനം അള്ളാഹു കടത്തുള്ളൂ. ഈ മനുഷ്യൻ നരകത്തിന്റെ സ്വർഗത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മുഖ്ബിലും ബിവജ്ഹിഹി ഖിബലന്നാർ, മുഖ്ബിലും ബിവജ്ഹിഹി ഖിബലന്നാർ, നേരെ നരകത്തിന്റെ മുന്നിലേക്ക് തിരിഞ്ഞ് നരകത്തിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ഫയഖൂലു, ആ മനുഷ്യൻ പറയും, റസൂലുള്ള പറയാട്ടോ, ഇതിൽ സംശയിക്കാൻ ഒരു വകുപ്പില്ല, നാളത്തെ പരലോക ചിത്രം നബിതങ്ങൾ സ്വഹാബത്തിനോട് പ്രസംഗിക്കാം. അപ്പൊ ഇയാൾ നരകത്തിന്റെ സ്വർഗത്തിന്റെ നടുക്കാനുള്ളത്, ആള് സ്വർഗത്തിക്കാ വരേണ്ടത്, പക്ഷെ തൽക്കാലം അള്ളാഹ് നരകത്തിലേക്ക് തിരിച്ചിങ്ങനെ നിർത്തും. അപ്പൊ അതിങ്ങോട്ട് കാണുമ്പോൾ പറയും, റബ്ബി സ്രിഫ് വജ്ഹി അനിന്നാർ, പടച്ചോനെ എവിടുന്ന് എന്റെ മുഖം ഒന്ന് തിരിച്ചു കളയോ. അവിടേക്ക് നോക്കാൻ തീരെ ഇഷ്ടല്ല. അവിടെ മനുഷ്യരിങ്ങനെ വെന്തുരുകുന്നത്, ആ നരകത്തിൽ നിന്ന് പൊങ്ങുന്ന കൊട്ടാരങ്ങളെക്കാൾ ഉയരമുള്ള തീപ്പൊരികൾ, ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ, കൊട്ടാര സമാനമായ തീപ്പൊരികൾ മേലോട്ടെറിയുന്നു. സൂറത്തുൽ മുർസലാത്തിൽ അല്ലാഹു പറഞ്ഞു, കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ ഒട്ടകത്തിന്റെ വണ്ണമുള്ള പൊരികൾ. നരകത്തിലെ തീയിന്റെ പൊരിന്റെ വലുപ്പും വണ്ണുമാണ് ആ കേട്ടത്. വണ്ണം ഉയരും, കൊട്ടാരത്തിന്റെ ഉയരം ഒരൊട്ടകത്തിന്റെ വണ്ണം. അപ്പൊ അതിന്റെ താഴെ കത്തുന്ന തീയത്ര ഉണ്ടാകും. ബഹുമാനപ്പെട്ട അബു സഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ അബു സഊദിൽ രേഖപ്പെടുത്തിയത് കാണാം. നമ്മൾ ആലോചിക്കണം, ശരിക്കും ചിന്തിക്കണം. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോ ഇവൻ ബേജാറോടുകൂടി പറയാ, പടച്ചോൻ എവിടെ നിന്നാണ് മുഖം തിരിച്ചു നോക്കും, പക്ഷെ തിരിയൂല. അപ്പൊ ഇവൻ പടച്ചോനോട് ദ്വാരക്കുക, ഇതിങ്ങനെ തന്നെ തിരിഞ്ഞു നിൽക്കുക, പടച്ചോനെ ഒന്ന് ഇങ്ങോട്ട് മുഖം തിരിച്ചു തരുമോ. അപ്പൊ അള്ളാഹു കത് കശബനി റീഹുഹ അഹറക്കനി ദകാവുഹ, അതിന്റെ നാളങ്ങൾ, അതിന്റെ കാറ്റുകൾ എനിക്ക് ഏറ്റിട്ട് എന്റെ ശരീരം ഉണങ്ങുന്നു, കരിയുന്നു, എനിക്ക് വയ്യ പടച്ചോനെ. അപ്പൊ അള്ളാഹ് ചോദിക്കും, ഹൽ അസൈത ഇൻ ഫുഇല ദാലിക ബിക അൻ തസ്അല ഗൈറ ദാലിക, അതാണ് ചെയ്തെന്നാ കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ചോദിക്കുവോ. അള്ളാഹു ഇത് ഞാൻ അങ്ങോട്ട് ചെയ്തു തരാന്ന് വെക്കുക, പക്ഷെ നീ അതല്ലാത്ത വേറെ എന്തെങ്കിലും ചോദിക്കാൻ സാധ്യത ഉണ്ടോ. അപ്പൊ ഇവൻ പറയാണ്, ലാ വഇസ്സതിക്, ഇല്ല പടച്ചവനെ, ലാ വഇസ്സതിക്, ഇല്ല പടച്ചവനെ, നിന്റെ അന്തസ്സ് സാക്ഷിയാണ്, വഇസ്സതിക്, നിന്റെ അന്തസ്സ് സാക്ഷിയാണ് പടച്ചവനെ, ഇല്ല ഞാൻ ചോദിക്കൂല. ഫയഉതില്ലാഹ മാ യശാഉ മിൻ അഹ്ദിൻ വമിസാഖ്, അല്ലാഹുവിന് അവൻ ഉദ്ദേശിച്ചത്ര കരാറുകൾ അല്ലാഹുവിന് നൽകും. ഇതാ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് കരാറ് കൊടുക്കും, ഞാൻ വേറെ ഒന്നും ചോദിക്കൂല, ഇവിടെ നിന്നൊരു മുഖം തിരിച്ചെന്നാ മതി. അപ്പൊ അല്ലാഹു തആല അവന്റെ മുഖം സ്വർഗത്തിലേക്ക് തിരിക്കുന്നു. ഫഇദാ ഖബല ബിഹി അലൽ ജന്ന റആ ബഹ്ജതഹ, അപ്പൊ ആ സ്വർഗത്തിന്റെ അഴക് അല്ലേ, അതിന്റെ പുറം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഉള്ളു കണ്ടിട്ടില്ല മൂപ്പര്. അതിന്റെ ഗേറ്റ് ഇങ്ങനെ കാണുന്നുള്ളൂ സ്വർഗത്തിന്റെ, ദൂരെ നിന്ന്. അതിങ്ങനെ കണ്ടപ്പോ, അതിന്റെ അഴക് ഇങ്ങനെ കണ്ടപ്പോ, സക്കത്ത മാഷാ അല്ലാഹു അൻ യസ്കുത്, അങ്ങോട്ടൊന്ന് എത്തിക്കോന്ന് ചോദിക്കാൻ പൂതിയുണ്ട്, പക്ഷെ അള്ളാഹ് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ചെയ്താജി വേറെ എന്തെങ്കിലും ചോദിക്കോന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഓർത്തിട്ട് കുറച്ചു കാലം മിണ്ടാതുന്നു. സുമ്മ ഖാല യാ റബ്ബി ഖദ്ദിംനി ഇൻദ ബാബിൽ ജന്ന, പടച്ചോനെ എനിക്കൊന്നും വേണ്ട, ആ സ്വർഗത്തിന്റെ തിണ്ണയിൽ ഒന്ന് എന്നെ എത്തിച്ചു തരും, ആ വാതിൽക്കൽ ഒന്ന് ഇങ്ങനെ ചെന്ന് നിൽക്കാൻ, അണ്ട് കടത്തണ്ട. അപ്പൊ അല്ലാഹു തആല അവനോട് പറയുന്ന വാക്കെന്താണെന്നറിയോ നിങ്ങള്? ഇതെന്താ, നീ എനിക്ക് എത്ര കരാറുകളും ഉറപ്പുകളും തന്നിട്ടാ ഞാൻ നിന്നെ ഇങ്ങോട്ട് തിരിച്ചത്. അലൈസ ഖദ് അഅതൈതൽ ഉഹൂദ വൽ മവാസീക അലാ അല്ലാ തസ്അല ഗൈറ അല്ലദീ കുൻത സഅൽത, നീ പറഞ്ഞതല്ലേ ഇനി ചോദിക്കൂല, ചോദിച്ചതേ ചോദിക്കുള്ളൂ, ഇനി ചോദിക്കൂല എന്ന് പറഞ്ഞില്ലേ, എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പൊ അവൻ പറയാം, റബ്ബി ലാ അകൂനു അഷ്ഖാ ഖൽഖിക്, പടച്ചോനെ ഞാൻ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവനായി പോകണോ? പോകാതിരിക്കട്ടെ പടച്ചോനെ, ഞാൻ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശമായ ഒരാളാണ്, അങ്ങനെ ആക്കരുത് എന്നെ. റബ്ബിനോട് കേണുകൊണ്ട് പറയുകയാണ്. ആ സമയത്ത് അല്ലാഹു തആല അവനോട് പറയുന്നു, ശരി, ഇനി നീ വല്ലതും ചോദിക്കോ, ഞാൻ ഗേറ്റിന്റെ അടുത്തേക്കാട് എത്തിച്ചേരാ, പക്ഷെ കൂടുതൽ വേറെ എന്തെങ്കിലും ആവശ്യപ്പെടുവോ? ഇല്ല, അത് ഉറപ്പ്. ഇപ്പൊ നേരത്തെ ഉറപ്പ് കൊടുത്തവനാണ്. വാതിലിന്റെ അടുത്തെത്തുമ്പോ, വാതിലിന്റെ അടുത്തെത്തിയപ്പം ഫൈദാ ബലഗ ബാബഹാ ഫറആ സഹറതഹാ വമാ ഫീഹാ മിനൻ നദ്റതി വസ്സുറൂർ, സ്വർഗത്തിന്റെ സന്തോഷവും സ്വർഗത്തിന്റെ തിളക്കവും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും വാതിൽക്കലെത്തിയപ്പോ ഇങ്ങനെ കാണല്ലേ, ഹൂറുലീങ്ങള്, സ്വർഗത്തിലെ പടങ്ങള്, സ്വർഗത്തിലെ ഭക്ഷണങ്ങള്, ചൊല്ലിയിരിക്കുന്ന കൂട്ടുകാര്, എല്ലാവരെയും ഇങ്ങനെ കണ്ടപ്പോ അലാ സുറൂരിൻ മൗദൂനത്തിൻ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വബാരിഖ വകഅസിൻ മിൻ മഈൻ, അതൊക്കെ സ്വർഗ്ഗാണ്. ആ സ്വർഗത്തിന്റെ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ ഇവന് വല്ലാത്തൊരു മോഹം, ഇവന് കരാറുകളൊക്കെ മറന്നുപോയി. ഇവൻ പറഞ്ഞു, യാ റബ്ബി അദ്ഖിൽനിൽ ജന്ന, പടച്ചോനെ എന്നെ സ്വർഗത്തിൽ കടത്തിയേ പറ്റൂ. അപ്പൊ അല്ലാഹു പറഞ്ഞു, വൈഹക്, നിന്റെ നഷ്ടമേ, യബ്ന ആദമ മാ അഗ്ദറക്, ഓ മനുഷ്യ, നീ എന്താണ് ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നത്? എന്താണ് നീ ഇത്രമാത്രം വഞ്ചിക്കപ്പെടുന്നത്? ഒരിക്കൽ പറഞ്ഞ കരാറ് നീ പാലിക്കുന്നില്ലല്ലോ,
നീ ഇങ്ങനെ മറന്നാ പറ്റുമോ? ഇങ്ങനെ നീ വഞ്ചിക്കപ്പെടാൻ പറ്റുമോ? അലസ്ത ഖദ് അഅതൈതൽ അഹ്ദ വൽ മീസാഖ് അലാ അല്ലാ തസ്അല ഗൈറല്ലദീ ഉഅതീത്, നിനക്ക് തന്നതല്ലാതെ ഇനി ഒന്നും ചോദിക്കൂല എന്ന് പറഞ്ഞതല്ലേ? അപ്പോഴും ഇവൻ പറയുന്നു റബ്ബി ലാ തജഅൽനീ അഷ്ഖാ ഖൽഖിക്, അല്ലാഹുവേ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പരാജയപ്പെട്ടവനാക്കി എന്നെ മാറ്റല്ല അല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ ഫയദ്ഹഖുല്ലാഹ്, അല്ലാഹു സന്തോഷിക്കും ഇയാളുടെ കാര്യത്തിൽ. എന്നിട്ട് പറയും ഏതായാലും പൊയ്ക്കോ സ്വർഗത്തേക്ക്. അല്ലാഹ് ആദ്യം തീരുമാനിച്ചതാ. ഇയാൾ അവസാനത്തെ സ്വർഗത്തിൽ കിടക്കുന്ന, അവസാനമായിട്ട് സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യനാ. സ്വർഗത്തേക്കാട്ട് പോയി. അങ്ങനെ ഇയാൾക്ക് അല്ലാഹു കൊടുത്ത ലോകം. സ്വർഗത്തിൽ കടന്നപ്പോൾ അല്ലാഹ് പറഞ്ഞു തമന്ന, കൊതിക്കാനുള്ളതൊക്കെ കൊതിച്ചോ, ആഗ്രഹിക്കാൻ എന്തൊക്കെ പൂതി ഉണ്ടോ അതൊക്കെ മനസ്സിൽ കരുതിക്കോ, മുന്നിൽ ഇങ്ങനെ വരുന്നത്. ഇവനിങ്ങോട്ട് ഓരോ പൂതി ഇങ്ങോട്ട് വിചാരിക്കാൻ തുടങ്ങി. എല്ലാം ഇവന്റെ മുമ്പിൽ ഇങ്ങോട്ട് വന്നു. എല്ലാം ഇവന്റെ മുമ്പിൽ വന്നു. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം കൂടെ കിട്ടിയപ്പം ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഹത്താ ഇദൻഖതഅത് ഉംനിയതുഹു, അവന്റെ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ആഗ്രഹിക്കാൻ അറിയുന്നില്ല. ആഗ്രഹിക്കുന്നൊക്കെ കിട്ടി. അവസാനം കടന്ന ഒരാൾക്ക് കിട്ടുന്നത് അത്. അപ്പൊ അല്ലാഹു എന്താണോ ആഗ്രഹിക്കാത്തത്? ഇനി അഭിലാഷങ്ങളൊന്നുമില്ലേ? തമന്ന കഥാ വകഥാ വകഥാ വകഥാ, ഇന്ന സൗകര്യം ആഗ്രഹിച്ചോ, ഇനി ആഗ്രഹിക്കാനും കൂടി അല്ലാഹ് പറഞ്ഞു കൊടുക്കണം. ആ മട്ടത്തിലേക്ക് ഇവൻ എത്തിപ്പോയി. നോക്ക് നിങ്ങൾ. കാരണം ഇവൻ ആഗ്രഹിച്ചു, ഇവന്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്നു. കാരണം ദുന്യാവിലെ ഒരു റഹ്മത്തിന്റെ പൊട്ടിൽ ജീവിച്ച മനുഷ്യന് 99 അനുഗ്രഹങ്ങളുടെ സംഗമ ഭൂമികയിലെ സൗകര്യങ്ങൾ എങ്ങനെ ആലോചിക്കാൻ കഴിയും? ലഹും ഫീഹാ മാ യശാഊൻ വലദൈനാ മസീദ്. ഖുർആൻ പറയുന്നു അവരുദ്ദേശിക്കുന്നത് മുഴുവനും കൊടുക്കും. സൂറത്തു ഖാഫിൽ അല്ലാഹു പറഞ്ഞു അവരുദ്ദേശിക്കുന്നത് മുഴുവനും കൊടുക്കും. വലദൈനാ മസീദ്, ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറവും അവർക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ഉദ്ദേശിക്കാൻ അറിയാത്തത് അതാ വലദൈനാ മസീദ്. അള്ളാന്റെ സ്വന്തം വകയായിട്ട് തരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ തരും. പിന്നെ വലദൈനാ മസീദ്, അതിനപ്പുറവും നമ്മുടെ അടുത്ത് റെഡിയാണ് അള്ളാഹു പറഞ്ഞു. പിന്നെ അള്ളാഹ് പറഞ്ഞില്ല എന്നത് കൊതിക്ക്, ഇന്നത് കൊതിക്ക്, ഇന്നത് കൊതിക്ക്. അപ്പൊ അതൊക്കെ കൊതിക്കും, അതൊക്കെ കിട്ടും. എല്ലാം ഇങ്ങ് കിട്ടി. വലിയ ഒരു ലോകം അവന്റെ കീഴില്. ഇത് മുഴുവനും എന്റേതാണ്. ഒരുപാട് കൊട്ടാരങ്ങൾ, ഒരുപാട് തോട്ടങ്ങൾ, ഒരുപാട് അരുവികള്, ഒരുപാട് സഹോദരിമാര്, ഇതെല്ലാം ഇവനിങ്ങനെ കിട്ടി. ഇവൻ ആ ഉഷാറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹു പറയുന്നത് ഇത് മാത്രമല്ല നിനക്ക് ഇതിന്റെ 10 ഇരട്ടിയും, ഇതും ഇതിന്റെ 10 ഇരട്ടിയും നിനക്കുണ്ട് എന്ന് അള്ളാഹു ഓഫർ നൽകുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആർക്കാണ് ഈ ഓഫർ ലഭിച്ചത്? സ്വർഗത്തിൽ അവസാനം കടക്കുന്ന മനുഷ്യന്. അപ്പൊ സ്വർഗത്തിന്റെ വലിപ്പങ്ങളൊന്നും ആലോചിച്ചു നോക്കുക. ആദ്യമൊക്കെ പോയവർക്ക് എത്ര ഉണ്ടാവും ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇനി ഒരു നരക ചിത്രവും കൂടെ പറയാം. അലുക്കൽ ജന്ന എന്ന് പറയുമ്പോഴേ ഇതൊക്കെ ഒരു ഒഴുക്കം മട്ടിനാകരുത്. ളുഹർ നിസ്കരിച്ച് ഇന്ന് നമ്മൾ ദിക്റൊക്കെ ചൊല്ലി പോരുകയാണെങ്കിൽ, നമ്മളിപ്പോ ഈ ദിക്റൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇമാമ് മറന്നില്ലെങ്കിൽ 3 വട്ടം അല്ലേ? ഇമാമ് മറന്നാ കഴിഞ്ഞു. ഇമാമ് മറന്നില്ലെങ്കിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ച ഓരോ നിസ്കാരത്തിന്റെയും ശേഷം 3 വട്ടം. ഈ 3 വട്ടം ചെല്ലുമ്പോ തന്നെ ഇന്ന് ദിക്റ് ചൊല്ലിയിരുന്നോ? അതിപ്പോ സാധാരണ ചെല്ലലുണ്ട്, ചെല്ലിയില്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഇത് തട്ടണേയല്ല. അപ്പൊ അലുക്കൽ ജന്ന എന്ന് പറയുമ്പോൾ ഇന്ന് പറഞ്ഞ ചിത്രം മനസ്സിൽ വേണം. ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു സാധു. പടച്ചോനെ അക്കൂട്ടത്തിലെങ്കിലും സാധുക്കളായ ഞങ്ങളെ റമളാനിൽ ഇവിടെ ഒത്തുകൂടി നിന്റെ ഖുർആനും നിന്റെ ഹബീബിന്റെ തിരുവചനങ്ങളും അവിടുത്തെ പ്രഭാഷണങ്ങളിലൂടെയും കടന്നുപോയ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ, ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. നരകത്തിലേക്ക് കടക്കല്ല അല്ലാ, നരകത്തിലേക്ക് കടത്തല്ല അല്ലാ, ഞങ്ങളെ നീ നരകത്തിൽ കടത്തല്ല അല്ലാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഒരു നരക ചിത്രവും കൂടെ പറയാം. അപ്പോഴേ അതിന് നമുക്ക് ശരിക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പേടിയുണ്ടാവുള്ളൂ. നരകത്തെ തൊട്ട് അഭയം തേടുമ്പോൾ ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ സാഹിബു സിർരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകം സ്വകാര്യങ്ങൾ കൈമാറിയിരുന്ന ഒരു സഹാബിയാണ് ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. ആ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു നരക ചിത്രം മുത്തു നബി ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നതാണ്. നബി എന്നോട് പല രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സാഹിബു സിറാക്കാന് അള്ളാഹുവിന്റെ റസൂൽ പലപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആരെയാ പറ്റുകയെന്ന്. ആ ടെസ്റ്റിൽ വിജയിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ആക്കി തെരഞ്ഞെടുത്ത് പലപ്പോഴും സ്വകാര്യങ്ങൾ പറയും. സ്വകാര്യം പറഞ്ഞാൽ പുറത്ത് പോകരുത് അത് കരുതിയിട്ടാണ്. അതിൽ പുറത്ത് പറയാൻ പറ്റിയതും ഉണ്ടാവും, പറ്റാത്തതും ഉണ്ടാവും. ആ പറ്റാത്തത് പുറത്ത് പറയരുത്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളങ്ങനെ നിർത്തിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കാര്യഗൗരവത്തോടെ എന്നെ വിളിച്ചിട്ട് അസറ ഇലയ്യ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ഒരിക്കൽ സ്വകാര്യമായിട്ട് പറഞ്ഞു.
ഹുദൈഫത്തുൽ യമാൻ പറയാൻ എന്താ സ്വകാര്യം പറഞ്ഞത്? ഹദീസം ഫിന്നാർ, നരകത്തിനെ പറ്റിയുള്ള ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തന്നു. ഇത് കേട്ടാൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വഅഊദു ബിക മിനന്നാർ പറയുമ്പോൾ നമ്മുടെ ഇടനെഞ്ച് കുലുങ്ങും. എന്താണ്? യാ ഹുദൈഫ, പ്രിയപ്പെട്ട ഹുദൈഫ, നരകം ചെറുതല്ല കേട്ടോ, അത് നീ വിചാരിച്ചതുപോലെ ലളിതമല്ല. നരകം വളരെ ഗൗരവമേറിയതാണ്. ഇന്ന ഫീ ജഹന്നമ ലസിബാഅൻ മിന്നാർ വകിലാബൻ മിന്നാർ വകലാലീബ മിന്നാർ വസുയൂഫൻ മിന്നാർ വഇന്നഹു യുബ്അസു മലായികത്തുൻ യുഅല്ലിഖൂന അഹ്ലന്നാർ ബിതിൽകൽ കലാലീബി ബിഅഹ്നാകിഹിം വയുഖത്തിഊനഹും ബിതിൽക സുയൂഫി ഉളുവൻ നുദ്വാ വയുൽഖൂനഹും ഇലാ തിൽക സിബാഇ വൽകിലാബ് കുല്ലമാ ഖുത്തിഉ ഉളുവൻ ആദ മകാനുഹു ഗല്ലൻ ജദീദാ. صدق رسول الله، صدقت يا رسول الله، صدقت يا حبيب الله، صدقت يا نبي الله. അല്ലാഹുവേ, ഈ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എന്താ നരകം? ശരിക്കും ഈ ചിത്രം ഒന്ന് മനസ്സിൽ പതിക്കണം. ഇന്ന ഫീ ജഹന്നം, ഹുദൈഫ തീർച്ചയായിട്ടും നരകത്തിലുണ്ട്. ലസിബാഅൻ മിന്നാർ, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട കുറെ വന്യമൃഗങ്ങൾ. ലസിബാഅൻ മിന്നാർ, കാട്ടുമൃഗങ്ങൾ, പിടിമൃഗങ്ങൾ കുറേയുണ്ട്. തീ കൊണ്ടാണ് അവയെ പടച്ചത്. തീയിന്റെ കരടികൾ, തീ കരടികൾ, തീ കൊണ്ട് അല്ലാഹു പടച്ച പട്ടികള്, കുരച്ചു ചാടുന്ന തീപ്പട്ടികള്, തീ കൊണ്ട് അല്ലാഹു സൃഷ്ടിച്ച സിംഹങ്ങള്, തീപ്പുലികള്, ഇതൊക്കെയാണ് നരകത്തിലുള്ളത്. ലസിബാഅൻ മിന്നാർ വകിലാബൻ മിന്നാർ, നരകത്തില് തീ കൊണ്ട് പടച്ച പട്ടികളുണ്ട്. വകലാലീബ മിന്നാർ, നരകത്തിൽ തീ കൊണ്ടുള്ള കൊളുത്തു ചങ്ങലകളുണ്ട്. സിറാത്ത് പാലത്തിലൂടെ അങ്ങനെ പോകുമ്പോൾ പിടിച്ച് വലിച്ച് താഴെ ഇടാൻ കുറെ കൊളുത്തു ചങ്ങലകളുണ്ട്, അതും തീ കൊണ്ടാ. വകലാലീബ മിന്നാർ. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞില്ല. വസുയൂഫൻ മിന്നാർ, വസുയൂഫൻ മിന്നാർ, ഈ കൊളുത്തു ചങ്ങല നരകത്തിൽ സിറാത്ത് പാലത്തിലൂടെ പോകുന്നവനെ വീഴ്ത്താൻ മാത്രമല്ല, അതിന്റെ കാര്യം റസൂലുള്ളാഹി പറയുന്നതിന്റെ ഉപകാരം എന്താണ്? വസുയൂഫൻ മിന്നാർ, നരകത്തിൽ തീ കൊണ്ടുള്ള വാളുകളുമുണ്ട്, തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വാളുകൾ. വഇന്നഹു യുബ്അസു മലായിക, പിന്നീട് കുറച്ച് മലക്കുകളെ അങ്ങ് പറഞ്ഞയക്കും, കുറച്ച് മലക്കുകൾ നിയോഗിക്കപ്പെടും. യുഅല്ലിഖൂന അഹ്ലന്നാരി ബിതിൽകൽ കലാലീബി ബിഅഹ്നാകിഹിം, ഈ തീയിന്റെ കൊളുത്തുകളില് അവരുടെ അണ്ണാക്ക് കൊളുത്തിയിടും. താടിയല്ലുകള്, താഴെ താടിയല്ലിൽ കൊളുത്തും ഇത്. എന്നിട്ട് ഒരറവുശാലയോട് ഉപമിപ്പിച്ചോളൂ. ഒരറവുശാല മുന്നിൽ വരട്ടെ ചിത്രം, അല്ലെ? അറവുശാലയിൽ ആ കൊളുത്തിലേക്ക് 2 or 3 ആള് കൂടിയിട്ട് ഒരു കുറക് പൊക്കിയിട്ട് അങ്ങ് കൊണ്ടുപോയി തൂക്കിയിടുന്നു എന്നതുപോലെ നരകത്തില് ഈ കൊളുത്തുകളില് നമ്മളെ താട തൂക്കും, കയറിപ്പോകും, അതിൽ കിടന്നിങ്ങനെ ആടി കളിക്കും. അപ്പോഴാണ് മലക്കുകൾ അവിടെ റെഡിയാണ്, തീയിന്റെ വാളുകൾ അവിടെ റെഡിയാണ്. റസൂലുള്ളാഹി പറയുന്നു വയുഖത്തിഊനഹും, എന്നിട്ട് സബാനിയാക്കളായ മലക്കുകൾ. ഈ മലക്കുകൾ ആരാ? കരുണ, സ്നേഹം, സിമ്പതി, സഹതാപം. ഇത് ഇവരുടെ ഡിക്ഷണറിയിലില്ല, നിഘണ്ടുവിലില്ല, അവർക്കത് അറിയൂല. ഇതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവരെ പറ്റി പറഞ്ഞത്. മലായികത്തുൻ ഗിലാദുൻ ശിദാദ് അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, ഗൗരവ പ്രകൃതിക്കാരായ, മനസ്സിനലിവില്ലാത്ത, ഒരു കുലുക്കവുമില്ലാത്ത, നീരുറവ, കാരുണ്യത്തിന്റെ നീരുറവ പാട വറ്റി വരണ്ട മലക്കുകള്. അതിനുവേണ്ടി അള്ളാഹു പ്രത്യേകം നിയോഗിച്ചതാ. അവരുടെ സ്ഥിതി അതായിരിക്കും. ശിക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹ് നിയോഗിച്ചത്. അപ്പൊ അങ്ങനെ ആവണം. എന്നിട്ട് ആ നരകത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവര് ആ ബിതിൽക സുയൂഫ്, ആ തീയിന്റെ വാള്, ആ അഗ്നിവാളുകൾ എടുത്തിട്ട് നമ്മളെ തൂക്കിയിട്ട നമ്മളെ ശരിക്കും അറവുശാലയിൽ കശാപ്പുകാരൻ മാംസം മുറിക്കുന്നത് പോലെ ഇതുകൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കും. ഓരോ അവയവങ്ങൾ പാർട്ടായിട്ട് ഇങ്ങനെ മുറിക്കും. മുറിച്ചിട്ട് വയുൽഖൂനഹും ഇലാ തിൽക സിബാഇ വൽ കിലാബ്, നരകത്തിന്റെ താഴ്ഭാഗത്ത് ഈ കാണുന്ന മാംസങ്ങൾ കണ്ട് ചാടുന്ന, വാ പിളർത്തി ചാടുന്ന ആ പട്ടികൾക്കും ആ ചെന്നായ്ക്കൾക്കും ആ സിംഹങ്ങൾക്കും പുലികൾക്കും എറിഞ്ഞുകൊടുക്കുന്നു. സുമ്മ യുൽഖൂനഹും ഇലാ തിൽക സിബാഇ വൽ കിലാബ് കുല്ലമാ ഖുത്തിഉ ഉദ്വാ, ഓരോ അവയവം അവർക്ക് മുറിക്കപ്പെടുമ്പോഴും
ആ മലായികത്ത് ഓരോ അവയവം ഇവരുടെ ശരീരത്തിൽ നിന്ന് മുറിക്കുമ്പോഴും തൽസ്ഥാനം പുതുപുത്തനായി മടങ്ങി വരും. പുതുപുത്തനായിട്ട് മടങ്ങി വരും. മുറിച്ച സ്ഥലത്ത് അതുപോലെ ഒരു കഷ്ണം പിന്നെയും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത ശിക്ഷ ഞാനും നിങ്ങളും അനുഭവിച്ചേ പറ്റൂ. ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മുടെ ഒരു അറവുശാലയില്, നമ്മുടെ റോട്ടിൻ വക്കിൽ എവിടെയെങ്കിലുമുള്ള ഒരു അറവുശാലയിൽ, ഒരു കശാപ്പുശാലയില് നമ്മളെ താടക്ക് കൊളുത്തിയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കാൻ, എന്നിട്ട് ഓരോ കഷ്ണം ഇങ്ങനെ വെട്ടിയിട്ട്, സുഹൃത്തുക്കൾ ശരിക്കും ആലോചിച്ചോ, അതിലൂടെ പോകുന്ന തെരുവു പട്ടികൾക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ചെയ്യുന്നവരങ്ങനെ ചെയ്യുന്നു. എന്തായിരിക്കും ഇതിന്റെ അവസ്ഥ? അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ദുരുപയോഗം ചെയ്ത് ജീവിച്ചതിന്റെ ഫലമാണിത്. അല്ലാതെ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് അതിക്രമം കാണിക്കുകയല്ല. ഇന്നമാ കുൻതും തുജ്സൗൻ ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം മാത്രമാണ്. അള്ളാഹു പറയും അക്രമമല്ല. കാരണം നിങ്ങൾ ചെയ്തതിനനുസരിച്ച് ഇതൊന്നും പോരാ, ഇതൊന്നും തന്നാ പോരാ. സുബ്ഹാനല്ലാഹ്. ഓർക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഹുദൈഫത്ത് ബിൻ യമാൻ പറയുന്നു, അത് കേൾക്കുമ്പോൾ കരഞ്ഞുപോയി. അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. അള്ളാഹുവിന്റെ ഹബീബനോട് സ്വകാര്യമായിട്ട് ചെവിയിൽ പറഞ്ഞതാണ്. ഒരു സ്വകാര്യത്തിന്റെ ഗൗരവം ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇതാണ് പടച്ചവനെ, ഇത്രയും കടുപ്പമുള്ള നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഒരു ദിവസം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിച്ചു ചേർത്തിട്ട് ഒരു വഅള്. എന്താണ് ആ വഅള്? അടുത്ത ഒരു പ്രഭാഷണം. ഇന്നൽ ജന്നത ലതുസയ്യനു മിനസ് സരനി ലിശഹരി റമളാൻ. റമളാൻ വരാൻ പോകുന്നുണ്ടല്ലോ എന്ന് കരുതി റമളാൻ വരുമ്പോഴേക്ക് സ്വർഗ്ഗത്തെ അണിയിപ്പിച്ച് ഒരുക്കി നിർത്തും. പിന്നത്തെ റമളാനിലും വീണ്ടും അലങ്കരിപ്പിക്കും. അങ്ങനെ അലങ്കരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഹൂറുലിങ്ങൾ സ്വയം അവർ പുതിയ പുതിയ ഉടയാടകൾ ഉടുത്ത് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കും. അവരങ്ങനെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മിനസ്സന ഇലസ്സന ലിശഹരി റമളാൻ. റമളാനായാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കുറെ മുഅ്മിനീങ്ങൾ ഉണ്ടാകും. അവർക്ക് വേണ്ടി അവർ ഉടുത്തൊരുങ്ങി കാത്തിരിക്കുകയാണ്. റമളാൻ അങ്ങ് വന്നു കടന്നല്ലോ, നമ്മൾ ആ മാസത്തിലാ ഉള്ളത്. കാലത്തിൽ ജന്ന, ഉടുത്തൊരുങ്ങിയ അലങ്കരിക്കപ്പെട്ട ഡെക്കറേഷൻ ചെയ്തൊരുക്കിയ ആ സ്വർഗ്ഗം അല്ലാഹുവിനോട് പറയാൻ, അല്ലാഹുമ്മ ജഅൽനാ ഫീ ഹാദാ ശഹരി മിൻ ഇബാദിക സുഖാന. പടച്ചവനെ, ഈ മാസത്തില് നിന്റെ അടിമകളിൽ നിന്ന് ഞങ്ങളടുത്ത് വന്ന് പാർക്കാൻ, ഞങ്ങളിൽ വന്ന് പാർക്കാൻ, ഈ സ്വർഗത്തിൽ വന്ന് പാർക്കാൻ നീ ധാരാളം ആളുകളെ ഉണ്ടാക്കണേ പടച്ചവനെ. ആ ദുആയിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. വയഖുൽനൽ ഹൂറുലീൻ, ഹൂറുലീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാഹുമ്മ ജഅൽനാ ഫീ ഹാദാ ശഹരി മിൻ ഇബാദിക അസ്വാജ. പടച്ചവനെ, ഇമ്മാസത്തിൽ കുറേ മുഅ്മിനീങ്ങള്, ആ സാധുക്കളായ മുഅ്മിനീങ്ങളെ പലരും ഞങ്ങൾക്ക് പുതിയാപ്ലമാരാക്കി തരണേ പടച്ചവനെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരാക്കി തരണേ അല്ലാ. ഹൂറുലീങ്ങളുടെ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച് അതിന് ഉത്തരം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. ഇതാ ഹൂറുലീങ്ങൾ പ്രാർത്ഥിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടും നിങ്ങളോടും പറഞ്ഞെങ്കിൽ ഇത്രയും നല്ല ഒരു മാസം, ഈ മാസത്തിൽ നമ്മൾ കൂത്താടി ജീവിക്കരുത് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോടും നിങ്ങളോടും പറയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മൻ സാന നഫ്സഹു ഫീ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ ഒരാൾ അവന്റെ തടിയിച്ച നിയന്ത്രിച്ച് ജീവിച്ചാൽ, ഫലം യശ്റബ് ഫീഹി മുസ്കിറ, റമളാനിൽ കള്ളു കുടിച്ചില്ല, വലം യർമി ഫീഹി മുഅ്മിനൻ ബിൽ ബുഹ്താൻ, റമളാനിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റി കള്ളാരോപണങ്ങൾ ഉന്നയിച്ചില്ല. ഇതൊക്കെ നമ്മൾ നടത്തുന്നതാട്ടോ. റമളാനിൽ എന്തെങ്കിലും എല്ലും കഷ്ണം, ചിലപ്പോൾ പത്രം അല്ലെങ്കിൽ ചാനൽ നമ്മളെ മുമ്പ് കണ്ടുവരും. അതിമേലാണ് കൂടിയിട്ട് മുഅ്മിനീങ്ങൾ മുഴുവനും നോമ്പ് വാത്തിലാക്കും. ദാ ഒരു മുഅ്മിനെയും കുറ്റം പറയണ്ട. റമളാനിലെ ഒരു മുഅ്മിനെയും ആരോപിക്കാതെ ഒരു റമളാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, വലം യഅമൽ ഫീഹി ഖതിയതൻ, അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാത്ത റമളാൻ നിങ്ങൾക്ക് കിട്ടിയാൽ, സവ്വജഹുല്ലാഹു കുല്ല ലൈലത്തിൻ മിഅത ഹൗറാ, ഓരോ രാത്രിയിലും 100 കണക്കിന് ഹൂരികളെ അല്ലാഹു അവന് കെട്ടിച്ചു കൊടുക്കും. വബനാ ലഹു ഖസ്റൻ ഫിൽ ജന്നതി മിൻ ദഹബിൻ വഫിദ്ദ വയഖൂത്, വെള്ളിയുടെയും സ്വർണത്തിന്റെയും മാണിക്യത്തിന്റെയും സ്വർഗ്ഗ കൊട്ടാരങ്ങൾ അവന് വേണ്ടി നിർമ്മിച്ചു കൊണ്ടിരിക്കും. ആ ഒരു കൊട്ടാരം എത്രയുണ്ടെന്നറിയോ? ലൗ അന്ന ദുനിയ ജുമിഅ
ജുമിഅത്, ദുനിയാവ് മുഴുവനും ഒരുമിച്ച് വെച്ചാൽ, ഫജുഇലത് ഫീ ദാലികൽ ഖസ്ർ, ആ ഒരു കൊട്ടാരത്തിൽ കൊണ്ടുപോയി വെച്ചാൽ ദുനിയാവിലെ മൊത്തം സൗകര്യം, ലം യകുൻ ഫീഹി ഇല്ലാ കമർബതി അൻസിൻ ഫി ദുനിയ, ദുനിയാവിലെ ഒരു ആട്ടുംകൂട് പോലെ അതുണ്ടാവുള്ളൂ. ദുനിയാവിലെ ഒരു ആട്ടിൻകൂട് പോലെ അതുണ്ടാവുള്ളൂ. സ്വർഗത്തിലെ കൊട്ടാരത്തിൽ ഈ ലോകം മുഴുവൻ കൊണ്ടുപോയി വെച്ചാൽ ദുനിയാവിലെ ഒരു ആട്ടുംകൂട് പോലെ ഉണ്ടാകും. ഇല്ല ലാ യകുനു ഫീഹി, അത് അവിടെ ലം യകുൻ ഫീഹി ഇല്ലാ കമർബതി അൻസ്, ആടിനെ കെട്ടുന്ന സ്ഥലം ആട്ടുംകൂട്, ഒരാട്ടുംകൂട് പോലെ ഉണ്ടാവുള്ളൂ. സയ്യിദുനാ റസൂലുള്ളാഹി നുബുവത്തിന്റെ തിരുനാക്ക് കൊണ്ട് പറഞ്ഞതാ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുന്ന മുഅ്മിനീങ്ങൾക്ക് ഇതിൽ സംശയമില്ല. അതേസമയം വമൻ ശരിബ ഫീഹി മുസ്കിറ, കഴിഞ്ഞ റമദാനിൽ വിഷമദ്യം കഴിച്ച് മരിച്ചവരിൽ മുസ്ലിം നാമങ്ങളുണ്ട്. നമ്മൾ പത്രം വായിച്ചു തല താഴ്ത്തി. കഴിഞ്ഞ റമദാനില് വയനാട് ചുരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ഒരു പെൺകുട്ടിയെ കൊന്ന്, തന്റെ കാമലീല പൂർത്തീകരിച്ച് കൊന്ന്, അവളുടെ കഴുത്തിലും അവളുടെ കാലിലുമുള്ള ആഭരണങ്ങൾ തട്ടിയത് ഈ ഉമ്മത്തിലെ ഒരു കുട്ടിയാണ്, ഒരു മെമ്പറാണ് എന്ന് വായിച്ചപ്പോൾ നമ്മൾ വേദനിച്ചിട്ടുണ്ട്. വമൻ ശരിബ ഫീഹി മുസ്കിറ, റമദാനിൽ കള്ളു കുടിച്ചാൽ, റമദാനിൽ തിന്നാനും കുടിക്കാനും ഇല്ലല്ലോ എന്ന് കരുതി ആ സമയവും കൂടെ മനുഷ്യനെ കുറ്റം പറയാനിരുന്നാൽ, റമദാനിൽ എല്ലാ തെറ്റുകുറ്റങ്ങളും ഗീബത്തും നമീമത്തും ഫസാദും ആയിട്ട് നടന്നാൽ, ഒരു കൊല്ലത്തെ അമൽ മൊത്തം അല്ലാഹു പൊളിച്ചെഴുതും, എല്ലാം പൊളിച്ചെഴുതും. അതുകൊണ്ട് നിങ്ങൾ റമദാനിനെ സൂക്ഷിക്കണേ. നബി തങ്ങളുടെ പ്രഭാഷണം ഇതാണ്, അന്നത്തെ പ്രഭാഷണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫത്തഖൂ ശഹ്റ റമദാൻ, റമദാനിനെ കാക്കണേ. ഫഇന്നഹു ശഹ്റുല്ലാഹ്, അത് അല്ലാഹുവിന്റെ മാസമാണ്. അം തുഫരിതു ഫീഹി, ആ റമദാനിൽ പിടുത്തം വിടുന്നത് ശ്രദ്ധിക്കണം. ഫഖദ് ജഅലല്ലാഹു ലക്കും 11 ശഹ്റാ തൻഅമൂന ഫീഹാ വതതലദ്ദൂൻ, നിങ്ങൾ അടിച്ച് പൊളിച്ച് സുഖിച്ച് ഹലാലായ സുഖ സൗകര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നടക്കാൻ അല്ലാഹു 11 മാസം തന്നില്ലേ. വജഅല ലിനഫ്സിഹി ശഹ്റ റമദാൻ, ഒറ്റ മാസം പടച്ചോന്റേതായിട്ട് നീക്കി വെച്ചു. ഇവിടെ നിങ്ങൾ ഒന്നും കൂടെ നിയന്ത്രണ വിധേയമായി ജീവിക്കണം എന്ന് പറഞ്ഞു. ഫഹ്ദറൂ ശഹ്റ റമദാൻ, അതുകൊണ്ട് റമദാനിനെ സൂക്ഷിക്കും മുഅ്മിനീങ്ങളെ. സയ്യിദുനാ റസൂലുള്ളാഹി ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസുകൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനം ഈ റമദാൻ അവസാനിക്കുന്ന റസൂലുള്ളാഹിയുടെ മറ്റൊരു പ്രഭാഷണം. റസൂലുള്ളാഹിയുടെ പ്രഭാഷണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാളെ തൊട്ട് ഇൻഷാ അല്ലാഹ് വിവിധ വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ച ഒരുപാട് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം, നല്ല നല്ല ആശയങ്ങളുള്ളത്. ഇന്ന് തുടക്കമായതുകൊണ്ട് റമദാനെ പറ്റി പറയാമെന്ന് കരുതിയിട്ടാണ് ഈ ഹദീസിൽ ഒതുങ്ങിയതും അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞതും. ഇനി റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ വരും. റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ വരും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ കാന യൗമുൽ ഫിത്രി വഖഫത്തിൽ മലായികത്തു അലാ അബ്വാബി തുറുഖ്, വഴികളായ വഴികളിലൊക്കെ മലക്കുകൾ ഇറങ്ങി നിൽക്കും ചെറിയ പെരുന്നാൾ ദിനത്തിൽ. ഫനാദൗ, എന്നിട്ട് അവർ അനൗൺസ് ചെയ്യുകയാണ്, അവർ വിളിച്ചു പറയുകയാണ്, ഉഖ്ദൂ യാ മഅ്ശറൽ മുസ്ലിമീൻ, നേരം വെളുത്താൽ മുഅ്മിനീങ്ങളെ പുറപ്പെട്ടോ, ഇലാ റബ്ബിൻ കരീം, മാന്യനായ റബ്ബിനെ തേടി പോയിക്കോളൂ. നേരം വെളുത്താ പള്ളിക്ക് പോയിക്കോ. എന്തിന്? പെരുന്നാൾ നിസ്കരിക്കാൻ. യമുന്നു ബിൽ ഖൈർ സുമ്മ യുസീബു അലൈഹിൽ ജസീൽ, ജനങ്ങളെ വല്ലാതെ അനുഗ്രഹിച്ച് ആ അനുഗ്രഹിച്ചത് അവർ ഉപയോഗപ്പെടുത്തിയതിന് അതിനവർക്ക് ധാരാളം പ്രതിഫലം കൊടുത്തല്ലേ. അല്ല തന്ന സമ്പത്ത് ഇന്നാക്ക് കൊടുക്കുന്ന പറഞ്ഞതിന് അത് കൊടുത്തു, അതിന് അല്ലാഹു കൂലി തരിക. എന്താണ് അല്ലാഹു തആല? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അതിന് അല്ലാഹു കൂലി തരിക എന്ന് പറഞ്ഞാൽ എത്ര വലിയ സംഭവം. അവൻ തന്നിട്ട് ഇന്നാക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് 70,000 കൂലി. ഇതാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അല്ലാഹു ഖൈർ ചെയ്യുകയും അതിന് ഭയങ്കര പ്രതിഫലം നൽകുകയും ചെയ്യുന്ന റബ്ബ്, ആ റബ്ബിലെ നിങ്ങൾ തേടിപ്പോയിക്കോ. ലഖദ് ഉമിർതും ബിഖിയാമിൽ ലൈലി ഫഖുംതും, റമദാനിന്റെ രാത്രികളിൽ നിങ്ങളോട് നിന്ന് നിസ്കരിക്കണമെന്ന് അല്ലാഹു ആവശ്യപ്പെട്ടു. നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചു. വഉമിർതും ബിസിയാമിൻ നഹാർ, റമദാനിന്റെ പകല് നോമ്പ് നോൽക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടു. ഫസുംതും, അപ്പൊ നിങ്ങൾ നോമ്പ് നോറ്റു. വഅതഅതും റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ പൂർണ്ണമായി അനുസരിച്ച് ജീവിച്ചു. അതുകൊണ്ട് ഇതാ ഇന്ന് അതിന് അല്ലാഹു നിങ്ങൾക്ക് സമ്മാനം വിതരണം ചെയ്യുന്ന നാളാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ ഗിഫ്റ്റുകൾ പെറുക്കിയെടുക്കാൻ വന്നോ, നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ പെറുക്കാൻ വന്നോ. അത് പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പുള്ള വിളി. പൊയ്ക്കോ പെരുന്നാൾ നിസ്കാരത്തിന്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഫൈദാ സല്ലൗ നാദാ മുനാദിൻ,
മലക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, അലാ ഇന്ന റബ്ബക്കും ഖദ് ഗഫറ ലക്കും. ഇങ്ങനെയുള്ള ഒരു റമദാൻ പൂർത്തീകരിച്ച് പെരുന്നാൾ കഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയും വാനലോകത്ത് നിന്ന്. ഫർജിഉ, ഇനി നിങ്ങൾ പൊയ്ക്കോ, റാഷിദീന ഇലാ റിഹാലിക്കും, നേരെ സന്തോഷത്തോടെ തന്റെ ഇടത്തോടെ. ഇനി അവിവേകമൊന്നും ചെയ്യരുത്, വിവേകപൂർണമായ ജീവിതം നയിച്ച് നിങ്ങളെ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നാടുകളിലേക്ക് പൊയ്ക്കോ. ഫഹാദാ യൗമുൽ ജായിസ, ഇത് ഗിഫ്റ്റ് ഡേ ആണ്, ഇത് സമ്മാന നാളാണ്. വയുസമ്മാ ദാലിക്കൽ യൗമു ഫിസ്സമാഇ യൗമൽ ജായിസ. ഈ ദിനത്തിന് ഞങ്ങളെ വാനലോകത്തൊരു ഓമന പേരുണ്ട്, സമ്മാന നാൾ എന്ന ഒരു ഓമന പേരുണ്ട്. ഇമാം തുബ്രാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തിരുനബിയുടെ പ്രഭാഷണങ്ങളിൽ ചില പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളിലൂടെ നാം കടന്നു വന്നു. ഇനി ബാക്കിയുള്ള 2 ദിവസവും നമുക്ക് അവതരിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു.